മനസ്സിലാണ്. ഇന്ന് ദ ഗ്രേസ് ഓഫ് ഗിവിങ്, ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവവേലയ്ക്ക് കൊടുക്കുക, സാധുക്കളെ സഹായിക്കുക, ദൈവരാജ്യത്തിൻ്റെ വർധനയ്ക്കും പണിക്കുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന നന്മയിൽ നിന്ന് കൊടുക്കേണ്ടതിനെപ്പറ്റി നമുക്കൊന്ന് പഠിക്കാം. അതൊരു സമയമെടുത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരു ഇയർ എൻഡിങ് ആയതുകൊണ്ട് നമുക്കൊന്ന് പഠിക്കാം, അല്ലേ? അത് തീർച്ചയായിട്ടും നമുക്കത് അനുഗ്രഹമായിരിക്കാം. ദൈവവചനം എന്തു പറയുന്നു പണത്തെപ്പറ്റി? ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, പണത്തെപ്പറ്റി നമ്മളൊന്നും പറയാറില്ല. എൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഞാൻ ഈ പണത്തെപ്പറ്റി പറയാറില്ല. അതിന് പല കാരണങ്ങളാണ് ഞാൻ പലപ്പോഴും ഈ പറയാതിരുന്നത്. ഞാൻ പണത്തെപ്പറ്റി പറഞ്ഞാൽ എനിക്കെന്തോ പണം വേണ്ടുന്നുണ്ടായി പറയുന്നതെന്ന് ചിന്തിക്കും. കാര്യം ഞാൻ ചുറ്റുപാട് നോക്കുമ്പം ഒത്തിരി സഭയെ പണം 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 കൊണ്ടുപോകാമെന്നായി പറയുന്നത്. പിന്നെ ഈ ടി വി പ്രോഗ്രാമുകളെ പറ്റിയൊക്കെ പണ്ട് നമ്മുടെ ഈ മലയാളം പ്രോഗ്രാം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ അമേരിക്കയിലൊക്കെ ടി വി കൂടെയാണ് ഏറ്റവും കൂടുതൽ ടെലി ഇവാഞ്ചലിസ്റ്റുകൾ കാശ് ചോദിക്കുന്നത്. അപ്പം അത് കാരണം ഇതിനെ വെറുക്കുന്ന ഒത്തിരി പേര് ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ട്, അല്ലേ? പിന്നെ ചില ചർച്ചകളുണ്ട്, എപ്പോഴും അവർക്ക് എന്താണ് പ്രോജക്റ്റുകൾ. എന്ത് പ്രോജക്റ്റാണ്? ബിൽഡിംഗ് പ്രോജക്റ്റ്. അപ്പോൾ ആരോ ഒരിക്കൽ പറഞ്ഞൊരു പട്ടണത്തിൽ പുതുതായിട്ട് പോകുമ്പം ഒരു സഭ തപ്പുമ്പം അവർ ഗൂഗിളിൽ കയറി നോക്കും, ഇപ്പം അവർക്ക് വല്ല ബിൽഡിംഗ് പ്രോജക്റ്റ് ഉണ്ടോ, എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകണ്ട. കാര്യം നാട്ടിലൊരു ബിൽഡിംഗ് പ്രോജക്റ്റ് കഴിഞ്ഞുള്ള കാശ് മൊത്തം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ നിന്നാണ്ട് ഈ ചെന്ന് കയറുന്ന സഭയിൽ ആദ്യമായിട്ട് എന്താണ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഈ ചർച്ചിന് ബിൽഡിംഗ് പ്രോജക്റ്റ് ഇല്ല കേട്ടോ. കാര്യം നമ്മളിപ്പം ബിൽഡിങ്ങിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് പ്രോജക്റ്റ് ഒന്നും ഇല്ല, അല്ലേ? നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നുകൊണ്ട് ഈ കസേരയും ഈ മൈക്കും ഈ കാര്യങ്ങളും ഇതൊക്കെ വേണം, അതൊക്കെ ദൈവം തന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യങ്ങളും ദൈവം സഹായിച്ചില്ല. ഇനി എന്തെങ്കിലും നിങ്ങളിവിടെ തരുന്നെങ്കിൽ അത് കർത്താവിൻ്റെ വേലയ്ക്ക് മാത്രമേ ഉള്ളൂ, അല്ലേ? അത് സാധുക്കളെ സഹായിക്കാനും 3 കാര്യങ്ങൾ, ഇറ്റ്സ് ഫോർ മിനിസ്ട്രി, ഇറ്റ്സ് ഫോർ മിഷൻസ് ആൻഡ് ഇറ്റ്സ് ഫോർ മേഴ്സി. ഈ 3 കാര്യങ്ങൾക്കല്ലാതെ ഇവിടെ പണം ഒന്നിനും പോകാറില്ല പ്രിയപ്പെട്ടവർ. കാരണം ഫിക്സഡ് അസറ്റ്സ് എല്ലാം മേടിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വാനൊന്നും ഇവിടെ കാശ് ആരും തരണ്ട. പക്ഷേ അപ്പോൾ നിങ്ങൾ രക്ഷോട്, ഇനിയൊന്നും കൊടുക്കണ്ടല്ലേ ഇവിടെ. അങ്ങനല്ല, ഞാൻ ഈ പറയുന്ന മൊത്തം ഒന്ന് കേൾക്കണേ, തോക്കി കയറി വെടിവെക്കരുത്. ഇപ്പോഴേ കയറി അങ്ങ് മുൻവിധിയൊക്കെ വരട്ടെ, ഇതെന്താന്ന് പഠിക്കുക, അല്ലേ? അപ്പോൾ ഈ പണത്തെപ്പറ്റി പറയാൻ നമുക്ക് ചെറിയൊരു തിരുവനന്തപുരം ഭാഷ ഒരു ഉളുപ്പുണ്ട്, അതാണ് സത്യം. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. പക്ഷേ ബൈബിളിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. The giving is very important and it's very scriptural and it's very biblical. കാര്യം വചനത്തിലൊരു കാര്യം ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. ബൈബിളിൽ ഏകദേശം 2000 റെഫറൻസ് ഉണ്ട്. എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? പണത്തെക്കുറിച്ച് 2000 റെഫറൻസ്. പക്ഷേ വലിയ രസം, 2000 റെഫറൻസ് വിശ്വാസത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ ബൈബിളിലില്ല. ഇനി കർത്താവ് പറഞ്ഞ ഉപമകളെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഏകദേശം റെക്കോർഡ് ചെയ്യപ്പെട്ട ഉപമകളും പാരബിൾസ് 38 ഉണ്ടെന്നാണ് കണക്ക്, 4 സുവിശേഷങ്ങളായിട്ട്. ഈ 38 ഏകദേശം പകുതിയും പണത്തെ പറ്റിയുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് കർത്താവ് അതെടുത്ത് അത്രയും പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. ഇനി ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഈ പണത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് ഒരിക്കൽ ആലയത്തിൽ പോയപ്പോൾ അവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഭണ്ഡാരത്തിൽ കാശിടുന്നു. കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ ചെന്നിട്ട് കസേര വലിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൽ അങ്ങിരുന്നു. എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കാശ് കൊണ്ടിടുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരും, അതിടുമ്പോൾ നോക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തൊരു നാണം കെട്ട പരിപാടി. ഇപ്പോൾ സ്വോത്രാഴ്ച പാത്രം ഞാനിങ്ങനെ നോക്കി വന്നെങ്കിൽ നിങ്ങളെന്തോ പറയും, ഈ മനുഷ്യൻ എന്തൊരു നാണമില്ല, നമ്മൾ സ്വോത്രാഴ്ച ഇടുന്നത് കണ്ട് ഈ പാസ്റ്റർ നോക്കുന്നെന്ന് പറയും. പക്ഷേ യേശുവിന് ഒരു നാണമില്ലായിരുന്നു. യേശു അടച്ചെന്ന് ആ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് കസേര ഇട്ടങ്ങിരുന്നു. എന്നിട്ട് ഇതെങ്ങനെ നോക്കി, അങ്ങ് വല്ലാത്ത നോട്ടമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് 2000-ൻ്റെ ഒരു കെട്ട്, അതെത്ര? 2 ലക്ഷം, അല്ലേ? ഒരു കെട്ടിങ്ങനെ വലിയ ഗമിൽ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ടേച്ച് ആ പണക്കാരനങ്ങ് പോയി. അടുത്ത അച്ചായം വന്ന് ഇട്ടേച്ച് പോയി. അടുത്ത വലിയ മുതലാളി ഇട്ടേച്ച് പോയി. അപ്പോഴുണ്ടോ ഒരു പാവം അമ്മച്ചി വരുന്നു, കുനി പിടച്ച് ഇങ്ങനെ വരിക. അവരെങ്ങനെയാണ് വരുന്നത്? കാരണം യേശു, അയ്യോ കഷ്ടം, യേശു ഇവരുടെ ഈ നോട്ടിടാനില്ല. ഇവരാക്കൂടിയുള്ളത് 2 ചില്ലിക്കാശെന്ന് വേണേൽ പറഞ്ഞോ, അല്ലേ? 2 mites, അല്ലേ? വിഡോസ് 2 mites. അതും കൊണ്ട് അപ്പോൾ അവർ ഇങ്ങനെ നാണിച്ചാണ് വരുന്നത്. അപ്പോഴാണ് അതാണ്ടിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? ഫ്രണ്ടിൽ നോക്കിയോ. അപ്പം പിന്നെ ഇദ്ദേഹം ഇടുമ്പോൾ സൗണ്ടും കേൾക്കും, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഇടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ, അയ്യോ പ്രൈസ് യേശുവേ എന്നിട്ട് പതുക്കെ ഇങ്ങനെ പൊത്തി അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടു. അതങ്ങോട്ട് വീഴാനും യേശു ചാടി എഴുന്നേറ്റ് ഒരു അനൗൺസ്മെൻറ്റ്. എന്താണ്? ഇവരെല്ലാവരെക്കാട്ടിലും നണ്ട് ഇവളിട്ടു. അവിടെ അങ്ങ് പബ്ലിഷ് ചെയ്തു, പ്രസിദ്ധമാക്കി. എന്നിട്ട് കാര്യം കൂടെ പറഞ്ഞു, ഇവക്ക് ഇല്ലാത്തതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് അവൾ കൊണ്ടിട്ടെ. നീയൊക്കെ കൊണ്ട് വലിയ ഷൈൻ ചെയ്തിട്ടില്ലേ, നിനക്കൊക്കെ ഉണ്ടായിട്ടിട്ട് ഇവളില്ലാഞ്ഞിട്ടായിട്ടെ, അല്ലേ? അപ്പോൾ നോക്കി, യേശു അത് ഒന്ന് നോക്കി അതിനെപ്പറ്റി അവിടെ പറഞ്ഞു. അപ്പോൾ പണത്തെപ്പറ്റി പറയുന്നത് തെറ്റാണോ? അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ശരിയായ ആ ഒരു തിയോളജി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയപ്പെട്ടവർ. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിങ്. ആദ്യമായിട്ടൊരു കുറിവാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. മാത്യു 6:21.
മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. Where your treasure is, there will be your heart also. നിൻ്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. ഇതൊന്നും അവിടെ നിൽക്കട്ടെ. ഈ വാക്യം, നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കും? അല്ല, നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കും? നമ്മുടെ നിക്ഷേപം ഉള്ളിടത്ത്. ഇപ്പം നമ്മുടെ നിക്ഷേപം എവിടാ? പണ്ടൊക്കെ ബാങ്കിലെന്ന് പറയും. ആയിരിക്കട്ടെ, എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം എവിടെയൊക്കെയാണെന്ന് ആർക്കറിയാം അല്ലേ? നിക്ഷേപമുള്ളിടത്ത് ഹൃദയം ഇരിക്കും. അപ്പം ഇവിടെ ഈ കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗിവിങ്ങിനെ പറ്റി നമ്മൾ അറിവുകൾ എന്തൊക്കെയാണ് ബൈബിളിൽ നമ്മൾ നോക്കുമ്പം, പ്രത്യേകം നമ്മൾ ആദ്യം പഴയ നിയമത്തിലാണ് വരുന്നത്. അവിടെ നമ്മൾക്ക് സ്ഥിരം നമ്മൾ കാണുന്നൊരു പദമുണ്ട്. ഏതാണെന്നറിയാമോ? ടൈത്തിങ്. എന്താണ്? ദശാംശം അല്ലേ? ദശാംശം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന എത്രയോ വിശ്വാസികളെ എനിക്കറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കലഞ്ഞൂർ ഞങ്ങളുടെ വല്യപ്പഞ്ചനൊക്കെ 10 തെങ്ങേന്ന് ഈ പറഞ്ഞ പോലെ തേങ്ങ ഇടുമ്പം ഒരു തെങ്ങിലെ തേങ്ങ നേരെ ഫെയ്ത്തോമിലോട്ടാണ്, അത് വീട്ടിലെടുക്കത്തില്ല. ഓരോ കാര്യവും അങ്ങനെയായിരുന്നു. ഇത്ര കുരുമുളക് ചെടി അത് പറിക്കുമ്പം ഒരു ചെടിയിലെ എവിടെ അത് മൊത്തം മാറ്റി വയ്ക്കും. ഇത് മുഴുവൻ സാധനത്തിൽ ഈ പാല് കറന്നാൽ, ആടിൻ്റെ പശുവിൻ്റെ കറന്നാൽ ഈ പറഞ്ഞാൽ ആദ്യം കറക്കുന്ന എന്ത് ചെയ്യും? നേരെ കൊണ്ട് ഇങ്ങനെ സകലത്തിലും ദശാംശം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ പലരും അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം. നേരത്തെ കേട്ട പോലെ അങ്ങനെയൊക്കെ പലരും ചെയ്തതിൻ്റെയൊക്കെ നന്മയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. അത് വേറൊരു കാര്യം. ഓക്കെ, നമ്മൾ ഒരു അളവിലൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ടൈത്തിങ്ങിനെ പറ്റി ഒരു കാര്യം ഞാനങ്ങ് പറയാം. എന്തുകൊണ്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ടൈത്തിങ്ങിനെ പറ്റി ഒരിക്കലും പഠിപ്പിക്കാറോ പ്രസംഗിക്കാറില്ല. കാരണം ഞാൻ ആ ടൈത്തിങ്ങിൽ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലേ? ഈ ടൈത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 10% കൊണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോവാം. അതുകൊണ്ടാണ് ഈ ടൈത്തിങ് കയറി പലരും പിടിക്കുന്നത്. പക്ഷേ ശരിക്കും നിങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, ആരും മുഴുവനും 10% കൊടുക്കുന്നില്ല. അതാണ് വേറെ സത്യം അല്ലേ? ഇനി ഈ ടൈത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി വലിയ പിടിക്കുന്ന വലിയ പരീക്ഷന്മാരെ എനിക്കറിയാം. ഇനി ഈ ടൈത്തിങ്ങിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പലപ്പോഴും നമുക്ക് വേദോസ്തം അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ ടൈത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 1/10 അല്ലേ? 10/1 അതാണ് ദശാംശം അല്ലേ? പക്ഷേ അവിടെ നമ്മൾ നല്ലോണം അറിയാം, അത് മോശയൊന്നും കൊണ്ടുവന്നതല്ല. മോശയ്ക്കൊക്കെ എത്രയോ വർഷം മുമ്പ് നമുക്കറിയാം, മൽക്കീസദേക്കിൻ്റെ കാലത്തും ഈ പറഞ്ഞ പോലെ ടൈത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മോസൈക്ക് ലോ അല്ല അവിടെ. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യത്തിലും ഉൽപ്പത്തി തന്നെ പിന്നെ 28, 22 ഒക്കെ അതുണ്ട്. അപ്പം ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ബൈബിളിൽ പഴയ നിയമത്തിൽ ടൈത്തിങ് ഒരു ശരിക്കും പറഞ്ഞാൽ ദർ ആർ 3 ടൈറ്റ്സ്, 3 തരം ടൈത്തുകളുണ്ട് അല്ലെങ്കിൽ ദശാംശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒന്ന്, വർഷിപ്പ് സിസ്റ്റം. നമുക്ക് അന്നത്തെ കാലത്ത് നമുക്കറിയാം, അവിടെ ഒരു ആലയമുണ്ട്. ആ ആലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരാധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ആലയത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ളൊരു ടൈത്ത് ഉണ്ട് അല്ലേ? ശരിയല്ലേ? അന്നത്തെ കാലത്ത് ആലയമുണ്ട്. അപ്പോൾ ആലയത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒത്തിരി വേണം. അതിൻ്റെ അവിടുത്തെ പരിപാടികൾക്ക് അത് ഒന്ന് ഓടിച്ച് പോകണമെങ്കിൽ തന്നെ ഒത്തിരി പണം വേണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആലയത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ആലയം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ കാശ് വേണം അല്ലേ? അപ്പോൾ അതിന് കൊണ്ടുപോകാം. അപ്പോൾ ആ ടെമ്പിൾ ടൈത്ത് നമ്മളിവിടെ കാണുന്നുണ്ട്. അത് 10% നമുക്കറിയാം. അത് ഈ ആവർത്തന പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 18 വരെ വായിക്കുമ്പോഴാണ് അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ ആവർത്തന പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം എന്നിട്ട് 10-ൻ്റെ തൊട്ടുമുമ്പിലത്തെ വാക്യം മലയാളത്തിൽ അത് 9-ലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 10 to 18 ആണ്. അപ്പം അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ ടെമ്പിൾ ടൈത്ത് എന്ന് പറഞ്ഞാൽ ആലയം ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ടൈത്താണ്. അടുത്തത് രണ്ടാമത് ഒരു ലീവൈറ്റ് ടൈത്ത്, അതായത് ലേവിയർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേറെ പണിയെടുക്കാൻ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അടുത്ത വാക്യം 10-ാം വാക്യം, നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെ നിൻ്റെ ഹോമയാങ്ങൾ കഴിക്കാൻ അവർ സൂക്ഷിച്ചുള്ളൂ. അടുത്ത വാക്യം. അങ്ങനെ 18 വരെ വായിച്ചു പോകുമ്പോഴേ അതിനകത്തുണ്ട്. അവിടെ ഈ ടെമ്പിളിലേക്ക് ആലയത്തിലേക്കുള്ള ടൈത്തിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ അവിടെ രണ്ടാമതൊരു ടൈത്തുണ്ട്, ലീവൈറ്റ് ടൈത്ത്. അതായത് ലേവിയർക്ക് വേണ്ടി, അത് അവർക്ക് വേറെ ഒരു പണിക്കും പോകാൻ പറ്റത്തില്ല, എന്നിട്ട് അവർക്ക് വേണ്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു ടൈത്തുണ്ട്. അടുത്തത് 3 വർഷം കൂടുമ്പോൾ മാത്രം എടുക്കുന്നൊരു ടൈത്തുണ്ട്. അതേതാണെന്നറിയാമോ? ഒരു ചാരിറ്റി ടൈത്താണ്. ഇതും 14-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. അവിടെയും നോക്കി അവിടെ ഈ ലേവ്യന് അവിടെ നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിൽ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിൻ്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകും. അത് ഇവർക്ക് വേണ്ടി ഒരു ടൈത്തുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൂടെ എടുത്താൽ
23.33 ഇത്രയും ശതമാനം ടൈത്തുണ്ട്. ഇപ്പം ആലോചിച്ച് നോക്കിയേ, 10 മതിയായിരുന്നോ 23.4 വേണമായിരുന്നോ? അല്ലേ? നമ്മൾ ഈ 10% കൂടി രക്ഷപ്പെട്ട് കിടക്കുകയാണ്. ഈ പഴയ നിയമം അതുപോലെ നമ്മൾ പാലിച്ചിരുന്നെങ്കിൽ തന്നെ ഒരു 10 ആർക്ക്? ആലയത്തിലെ കാര്യങ്ങൾക്ക് മാത്രം, ഒരു 10 ലേവ്യർക്കും പുരോഹിതനും, പിന്നെ 3 വർഷം കൂടുമ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് 10 3.33 ഉള്ളൂ. അപ്പം മൊത്തം ഒരു വർഷം എത്രയായി? 23.33. ഇത്രയായിരുന്നു കൊണ്ടുവരേണ്ടത്. എത്ര രൂപയുണ്ട് ശമ്പളം? ശമ്പളം ചോദിക്കാൻ ആരുണ്ട് ഇവിടെ? 1,00,000 രൂപ ശമ്പളമുണ്ട്. അങ്ങനെയാണെങ്കിൽ 10,000 കൊണ്ടുവന്നാൽ പോരാ, 23,330 രൂപ കൊണ്ടുവരണം. എങ്ങനെയുണ്ട്? ഇനി പറഞ്ഞ് എത്ര രൂപ നിങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? നിങ്ങൾ വരും, ഇയാളെന്തൊരു മനുഷ്യൻ, ഇയാൾ ഇത്രയും നാൾ പൈസ ചോദിക്കാതെ ഒരു നല്ല മനുഷ്യനായിരുന്നു, ഇന്ന് ഇയാൾ കയറി ഇയാളും ചീത്തയായാലോ ദൈവമേ എന്ന് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അല്ലേ? ഇതായിരുന്നു പഴയ നിയമത്തിലെ ടൈത്ത് പോലും. അല്ലേ? അപ്പം ആ പഴയ നിയമത്തിലെ ടൈത്ത് അങ്ങ് വിട്ടേക്ക്. അപ്പം പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് നല്ലവണ്ണം അറിയാം, ദ ന്യൂ ടെസ്റ്റ്മെന്റ് നെവർ ടീച്ചേഴ്സ് ടൈത്തിങ്. പുതിയ നിയമത്തിൽ ഒരിക്കലും ദശാംശത്തിൽ പഠിപ്പിക്കുന്നില്ല. അത് 10% കൊടുക്കണമെന്ന് എങ്ങും അപ്പോസ്തലന്മാരോ യേശുവോ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ യേശു കൊടുത്തിരുന്നു. അപ്പോസ്തലന്മാർ ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു എന്നുള്ള കാര്യമാണ്, അത് വേറെ കാര്യം. പക്ഷേ ടാക്സും ടൈത്തും ഇത് രണ്ടും കൃത്യമായിട്ട് അവർ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. യേശു പ്രത്യേകിച്ച് ഈ ടാക്സസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നുള്ളത് മറക്കരുത്. ഇനി പുതിയ നിയമത്തിൽ എന്തുകൊണ്ട് ടൈത്ത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. എന്തായിരുന്നു ഒരു കാരണം? ഒന്നാമത്തെ കാരണം, പുതിയ നിയമത്തിൽ ദർ ഇസ് നോ നാഷണൽ ടെമ്പിൾ വർഷിപ്പ് സിസ്റ്റം. ആലയവും അങ്ങനത്തെ തുടർന്നുള്ള പരിപാടി ഇല്ലല്ലോ. അല്ലേ? പുതിയ നിയമത്തിൽ ആലയം ഇല്ലല്ലോ. പുതിയ നിയമത്തിൽ സഭയാലയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് യെരുശലേമിൽ ഒരു ആലയവും അതിൻ്റെ മെയിൻ്റനൻസിനുള്ള പണവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു ടെമ്പിൾ വർഷിപ്പ് സിസ്റ്റം ഇല്ല. അല്ലേ? അന്നാണെങ്കിൽ ഈ ടെമ്പിൾ എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാളയെ കൊണ്ടുവരണം, പ്രാവിനെ കൊണ്ടുവരണം, ആടിനെ കൊണ്ടുവരണം, ഒത്തിരി പരിപാടികളുണ്ട്. ഇതൊന്നും ഇല്ല. നമ്മൾ പുതിയ ഉടമ്പടിയിൽ കീഴിലാണ്. അല്ലേ? വി ആർ ഇൻ ദ ന്യൂ കവനൻ്റ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിന്ന് കൃപയുടെ കീഴിലാണ്. അല്ലേ? കൃപാകാലത്തിലാണ് നമ്മളിന്ന്. അപ്പം അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഇന്ന് ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കുന്നവരായതുകൊണ്ട് ആ ടൈത്തിങ് എന്നുള്ള കാര്യം നമ്മൾ വരുത്തരുത്. പിന്നെ ഒരു കാര്യം, ആ ടൈത്ത് ചെയ്യുന്നതിലൊരു നീതി അവർക്കുണ്ടായിരുന്നെങ്കിൽ, പരീശന്മാർക്ക് അങ്ങനെ ഒരു നീതി ഉണ്ടായിരുന്നെങ്കിൽ, യേശു എന്താ പറഞ്ഞത്? നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? അവർ 10% കൊടുത്തു എന്ന് വലിയ നീതി പറഞ്ഞോട്ട് പരീശന്മാരായിട്ടിരുന്നാൽ അതിനെ കവിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അർത്ഥം എന്താ? അപ്പം 10 നിൽക്കാൻ ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അതൊരു കാര്യം. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. എന്താണ് വാട്ട് ഈസ് ദ തിയോളജി ഓഫ് ഗിവിങ്? കൊടുക്കുന്നതിനെ പറ്റി ബൈബിൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമാണ്. ബൈബിളിലേക്ക്, പുതിയ നിയമത്തിലേക്ക് മാത്രം നമുക്കൊന്ന് ഓടിച്ചു പോകാം. ഒന്നാമത് ഞാൻ പറയുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ ഗിവ്. കൊടുക്കണം. അതാ പ്രശ്നം. ഇപ്പം എത്ര കൊടുക്കണമെന്നല്ല ചിലപ്പം പറഞ്ഞത്. ചിലർക്ക് ഈ കൊടുക്കണമെന്ന് തന്നെ കൊടുക്കണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഒന്നാമത്തെ കാര്യം, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. അല്ലേ? സൗജന്യമായും കിട്ടിയെങ്കിൽ എന്ത് ചെയ്യണം? സൗജന്യമായിട്ടങ്ങ് കൊടുത്തേക്കണം. അപ്പോൾ കൊടുക്കുക എന്നുള്ളത് 2 കൊരിന്ത്യൻസ് 8, 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പല വാക്യങ്ങളുണ്ട്. നമുക്കൊന്ന് ഓടിച്ചതിനകത്ത് പോകാം. ഗിവ് എന്നുള്ളത് അവിടെ നോക്കിയേ, അവിടെ എൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ദ ഗ്രേസ് ഓഫ് ഗിവിങ്. അതിലും എന്ത് ചെയ്യണം? നിങ്ങൾ എക്സൽ ചെയ്യണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലേ? ഇഫ് അവർ ഹാർട്ട്സ് ആർ ചേഞ്ച്ഡ്, ഡെഫിനറ്റ്ലി അവർ ആക്ഷൻസ് ഓൾസോ വിൽ ബി ചേഞ്ച്ഡ്. അപ്പോൾ ഇവിടെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൈയുടെ ഒരു പ്രവൃത്തിയല്ല, ഹൃദയത്തിലൊരവസ്ഥയാണ്. അല്ലേ? ഹൃദയത്തിൽ തോന്നിയത് മാത്രമേ നമ്മൾ കൈകൊണ്ട് കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ യാന്ത്രികമായിട്ട് കൈകൊണ്ട് കൊടുത്തെന്നിരിക്കും. പക്ഷെ അതല്ല കാര്യം. ഹൃദയത്തിൽ തട്ടി വേണം നമ്മളത് ചെയ്യാന്നുള്ള കാര്യം. അല്ലേ? അത് കൊടുക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും അത് ദൈവവചനത്തിലുള്ളത് തന്നെയാണ്. അത് ജനറലായിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് ഇങ്ങനെ കൊടുക്കണമെന്നുള്ള അടുത്ത വിഷയം. രണ്ടാമത്തെ വിഷയം, ഗിവ് ജനറസ്ലി. 2 കൊരിന്ത്യർ 8-2 വായിച്ചേ. 2 കൊരിന്ത്യർ 8-2. അതിൻ്റെ 1 വായിക്കുമ്പോൾ നമുക്കറിയാം ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. 1-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പം, സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കതോന്യ, മാസിഡോണിയൻ ചർച്ച്, ആ സഭ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര പോഷ് ചർച്ചാണെന്ന്. ആ ചർച്ച് അല്ലേ? പക്ഷെ അവർക്ക് ഒത്തിരി ദൈവകൃപയുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ദൈവകൃപ എന്ന് വായിച്ചേ? കഷ്ടത എന്ന കഠിന ശോധനയിലായിട്ടും അവരുടെ മഹാസമൃദ്ധിയും അവർക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവർക്ക് കിട്ടിയ കൃപ എന്താണെന്നറിയാമോ?
അവർക്ക് സന്തോഷത്തിൻ്റെ സമൃദ്ധിയും മഹാദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പ്രശ്നം, നമുക്കങ്ങ് ഇങ്ങനെ പറയുന്നത് അതിന്, നമുക്കങ്ങ് സന്തോഷത്തിൻ്റെ സമൃദ്ധിയില്ല, നമുക്കങ്ങ് ഈ ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റിക്ക് എന്തോ മലയാളം, ഡോണി ഞാനും മലയാളം മറന്നോന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് സാമ്പത്തിക സമൃദ്ധിയും പിന്നെന്താണ്, സന്തോഷ ദാരിദ്ര്യവും. ഇന്നത്തെ സഭയ്ക്ക് സന്തോഷ ദാരിദ്ര്യവും ഭയങ്കര സമൃദ്ധി, ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റിയും ഉണ്ട്. ഇതല്ലേ സത്യം പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിരിച്ചങ്ങ് വിടണ്ട, ഇതൊരു സത്യമല്ലേ? ആ പാവപ്പെട്ട സഭയ്ക്ക് ഒത്തിരി സന്തോഷത്തിൽ അവരുടെ പാട്ടൊക്കെ എങ്ങനെ ആയിരുന്നിരിക്കും? ഇവിടെ നമ്മളും പാടി, പക്ഷെ അവരെങ്ങനെ ആയിരിക്കും? അവർക്ക് കീബോർഡ് ഇല്ലായിരുന്നു, അവർക്ക് ഈ മൈക്കില്ലായിരുന്നു, അവർക്കിങ്ങനെ ഹാളില്ലായിരുന്നു, പക്ഷെ ഒന്നുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷ സമൃദ്ധി. പക്ഷേ ഈ സന്തോഷ സമൃദ്ധിയിൽ അവർക്ക് എന്താണ്? കൂട്ടത്തിൽ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? മഹാദാരിദ്ര്യം. പക്ഷേ ഈ മഹാദാരിദ്ര്യത്തിൽ കൂടെ പോയ ഈ സഭ ധാരാളം ഔദാര്യം കാണിപ്പാൻ കണ്ടോ. അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടല്ല അവർക്ക് ഔദാര്യം കാണിക്കാൻ പറ്റിയത്. നമ്മുടെ പ്രശ്നം ഇന്ന് ചിലർ ചിന്തിക്കുക, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഈ പാസ്റ്റർ പറഞ്ഞ പോലെ എല്ലാത്തിനും ഞാൻ കൊടുത്തേനെ. അല്ലേ? നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ആ പ്രൊമോഷൻ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ഈ ബിസിനസ് ഒന്ന്, ആ റിയൽ എസ്റ്റേറ്റ് ഒന്ന് നടന്ന് കിട്ടിയിരുന്നു. ഇങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് ഇനി വരാനുള്ള പൈസ കണ്ടിട്ടാണ് നമ്മൾ എന്തൊക്കെയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഈ സഭയ്ക്ക് ദാരിദ്ര്യം ഉള്ളായിരുന്നു, അതും വെറും ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം അല്ലേ? ഈ ദാരിദ്ര്യം ഇരിക്കുന്ന സഭ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് സന്തോഷത്തിൻ്റെ സമൃദ്ധി ഉള്ളതുകൊണ്ട് ഔദാര്യമായിട്ട് അങ്ങ് കൊടുക്കാൻ അവർക്ക് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവരെന്തോ എടുത്തിട്ടായി കൊടുത്തത്? ഇല്ലല്ലോ ഇവർക്ക്. ആ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ആരും ഇനി ഉണ്ടായിട്ട് കൊടുക്കാൻ നമ്മൾ നിൽക്കരുത്. ഇവൻ ലോട്ടറി അടിച്ചിട്ട് നമ്മൾ ആരും ഒന്നും കൊടുക്കണ്ട. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഈ കൊടുക്കുക. ജനറസ്ലി എന്നുള്ള കാര്യം അവിടെയാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഗിവ് ജനറസ്ലി. ഇനി അവിടെ പണക്കാരുണ്ടെങ്കിൽ അവരോട് പ്രത്യേകിച്ച് തിമോത്തിയോസിനോട് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഒരു കാര്യം പറഞ്ഞു. 1 Timothy chapter 6 verse 17 to 18. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 17-18 ഒന്ന് വായിച്ചേ. പണക്കാരെപ്പോഴും സഭയെ കാണാം. അത് തെറ്റാണോ? ഈ പണക്കാർ സഭയിൽ വരുന്നത് പാവമാണോ? ഞാൻ പണ്ടൊരു കാലത്ത് എനിക്കറിയാമല്ലോ, ഞാൻ ഈ പെന്തിക്കോസ് ഈ കഷ്ടപ്പെട്ടൊക്കെ വളർന്നു വന്നൊരു ഉപദേശിയുടെ മോനാണ്. അപ്പോൾ എനിക്ക് എന്നും പട്ടിണിയായിരുന്നു അല്ലേ? ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് വലിയ കൊതി, നല്ല വസ്ത്രം ഇടാനൊക്കെ വലിയ ആശയമായിരുന്നു. അന്നില്ലായിരുന്നു. അന്ന് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ഈ പാസ്റ്റർമാരാരും, അവർക്ക് പണം പാടില്ല, അവർക്ക് നല്ല വീട് പാടില്ല, നല്ല കാറ് പാടില്ല. ഇനി ഞാൻ തുറന്ന് പറയും, ലൈവ് സ്ട്രീമാണെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനെനിക്ക് സെൻറ്റ് മേഴ്സി പഠിച്ചപ്പം ഒരു സ്കൂൾ വിട്ട് ഓടിപ്പോവാ, പലാമൂട്ടിലോട്ട് നിങ്ങൾ താമസിക്കുന്നത്, നടന്നു പോവാ. അപ്പോൾ പോയപ്പോൾ പട്ടം കയറ്റം കയറി വരുന്ന ഒരു പുതിയ കാറ്. ഏതാണെന്നറിയാമോ? പണ്ട് ജോസിനുണ്ടായിരുന്നൊരു വെള്ള കോണ്ടസ, ഒരു പുതിയ വെള്ള കോണ്ടസ, 4 രജിസ്ട്രേഷൻ, മർക്കാൻ മോട്ടേഴ്സിൽ നിന്ന് എടുത്ത് ഓടിച്ചിങ്ങനെ. അപ്പോൾ അന്ന് ഈ അംബാസഡർ കാറും ഫിയറ്റ് കാറും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നല്ല കാറൊന്നും കാണാൻ കേരളത്തിൽ ഇല്ല. അപ്പോൾ ഞാൻ നോക്കി വരിക, ഇങ്ങനെ കാറ് വരുന്നതെന്ന് പത്രത്തിൽ പരസ്യം കണ്ടു. ഈ സാധനം കയറി വരും. അയ്യോ, ഞാൻ എൻ്റെ പുറകെ ഓടിയെന്നാണ് എൻ്റെ ഓർമ്മ. സന്തോഷം കൊണ്ട് എൻ്റെ പുറകെ നിന്ന് ഓടിക്കാണാം, അത് നിർത്തുമോ നമുക്ക് കാണാൻ വേണ്ടി. അതിങ്ങനെ കയറ്റം കയറി വരുമ്പം ഞാൻ എൻ്റെ കൂടെ തിരിഞ്ഞു ഓടുക. നോക്കിയപ്പോൾ അത് ഓടിച്ചുകൊണ്ട് വന്ന് തിരുവനന്തപുരത്തെ അന്ന് അറിയപ്പെടുന്ന ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ വശത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഞാൻ ഈ ഓടിക്കുന്ന ആളിനെ കണ്ടപ്പം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ തിരിച്ച് ഓടി വീട്ടിൽ ചെന്ന് പപ്പ മമ്മി ഇതുകൊണ്ട് ആ പാസ്റ്റർ കോണ്ടസ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം മരിച്ചുപോയി. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എൻ്റെ പപ്പായ്ക്ക് കോണ്ടസ എന്താണെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് കോണ്ടസ കാർ എങ്ങനെ ഒരു പാസ്റ്റർ ഓടിക്കാം, അതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകാനൊക്കെ അടുത്ത ദിവസം വന്ന് നിൽക്കുമ്പോഴും കൃത്യമായിട്ട് ഞാനവിടെ ബസ് കയറാൻ നിൽക്കുമ്പോണ്ടാ ഇയാൾ ഈ പാസ്റ്റർ ഈ കാറുമായിട്ട് ഇങ്ങനെ പ്ലാമൂട് പാസ് ചെയ്യും. ഓരോ വട്ടം ഈ കോണ്ടസ കാണുമ്പോൾ എനിക്കിവിടെയുള്ള എൻ്റെ അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്നു, പിന്നെ എൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസസ് എല്ലാം കൂടെ ഇവിടെ പോയി എനിക്ക് പിന്നെ അസിഡിറ്റി, എനിക്ക് ഒത്തിരി നാൾ വയറിൻ്റെ പ്രശ്നമൊക്കെ ഇങ്ങനെ തുടങ്ങിയതായിരിക്കും. അവരുടെ സമൃദ്ധി കണ്ടിട്ട് എനിക്ക് വല്ലാതെ എനിക്ക് അവരോട് തോന്നിയെന്ന് പറഞ്ഞ പോലെ ഈ ദൈവമക്കൾ നല്ല കാറിലോ ഈ പറഞ്ഞ പോലെ ഞാൻ ജോസിനെ ഇരുത്തിക്കൊണ്ട് പറയാം. നിങ്ങളൊക്കെ പണ്ട് അപ്പോഴേ ആ കാലമൊക്കെ ആയപ്പോഴേ എനിക്ക് ഈ പ്രശ്നം തീർന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ കോണ്ടസ കാണുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം. അപ്പോൾ എൻ്റെ ചിന്ത, പാസ്റ്റർമാരെങ്ങനെ ആയിരിക്കണം? ഒരു പാവപ്പെട്ടായിരിക്കും. അവർ വേണേൽ കൂടിപ്പോയി ലാംബി സ്കൂട്ടർ വേണേൽ ഓടിച്ചോട്ടെ.
അതിന് മുകളിലോട്ടുള്ളതൊന്നും അന്ന് അതേ ഉള്ളൂ. പിന്നെ ഒരു ചേതക്ക, അത് പാടില്ല, ചേതക്കൊന്നും പാടില്ല. അത് NRI കോട്ടയിലേക്ക് കിട്ടൂ, ഈ ലാമ്പിയെ ഓടിക്കാവും. കാരണം ഞാൻ ആദ്യം ഓടിച്ചു തുടങ്ങിയ ഒരു ലാമ്പിയ അല്ലേ, അവിടെ നിന്ന് വേണം, താഴേന്ന് വരണം. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ പാസ്റ്ററിന് ഒരേ ഒരു മോനേ ഉള്ളൂ. അവൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി അവൻ എൻ്റെ വീട്ടിൽ വന്നു. അന്ന് ഈ ചർച്ചയൊക്കെ തുടങ്ങി ഞങ്ങൾ കേശവാസ് ഒരു വാടക വീട്ടിൽ താമസിക്കുക. അപ്പോൾ അന്ന് ദൈവം എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു പഴയ ഒരു മാരുതി 1000 എന്ന് പറഞ്ഞൊരു മാരുതി എസ്റ്റീം എന്ന് പിന്നെ പറയുന്ന ഒരു കാറ്, അതും ഒരു വെള്ളക്കാറാണ്. അതിങ്ങനെ എൻ്റെ വീടിൻ്റെ കാർ ഷെട്ടിൽ കിടക്കുക. അപ്പോൾ ഈ സൗകര്യം വന്നതിനെ കല്യാണമൊക്കെ വിളിച്ചേച്ച് അച്ഛാ വരണേ, അപ്പം അച്ഛൻ തന്നെ വരണം, എൻ്റെ പാസ്റ്റായിട്ട് അച്ഛൻ വേണം വരാനെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. അവന് അച്ഛാ ഇതെന്തോ അടിപൊളി കാറ്, ഇതെന്തോന്ന്. അപ്പോൾ എനിക്ക് പിന്നെ ഒട്ടും പിന്നെ ക്ഷമയുടെ അതിര് വിട്ടുപോയി. ഞാൻ പതുക്കെ അവനെ ചേർത്ത് പിടിച്ചിട്ട്, മോനെ ഒരു സത്യം പറയാം, നിൻ്റെ അപ്പം പണ്ട് കല്യാണം കഴിച്ച് ഒരു കോണ്ടസ് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എത്ര നാൾ എനിക്ക് പ്രശ്നമായിരുന്നെന്നറിയാം. പക്ഷേ ഇപ്പം നോക്കി ഏകദേശം ഒരു കാർ കണ്ട് ഇവിടെ കിടക്കുന്നു. ഇന്നെനിക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ അത്രയും വർഷം കൊണ്ട് ദൈവം എന്നെയാണ് മാറ്റിയെടുത്തത്, കോണ്ടസേ അല്ല അല്ലേ. പലപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം, ഇത് പാസ്റ്റർ പി.ഡി. ജോൺസൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ മോനായി വന്ന് ഈ കല്യാണത്തിന് എന്നെ ഒന്ന് വിളിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവും അല്ലേ. അതുകൊണ്ട് പണക്കാർ സഭയിലുണ്ടാകുന്ന ഒരിക്കലും ഒരു കുഴപ്പമൊന്നുമല്ല. പക്ഷേ അവർ നല്ലത് തന്നെയാണ്. കാര്യം പുതിയ നിയമസഭയിൽ പണക്കാരുണ്ടായിരുന്നുള്ളതിനെ തെളിവുണ്ട് ഒത്തിരി. ഏതാ? യാക്കോബിൻ്റെ ലേഖനത്തിലൊരിതുണ്ട്, നിങ്ങളിലൊരുത്തൻ മോതിരം ഇട്ടുകൊണ്ട് വരുന്ന ആരാ? രക്ഷിക്കപ്പെടാത്തവനാണോ? അല്ല, പണമുള്ളവനെ. അവൻ വലിയ ആഡംബരമായിട്ട് കയറി. പക്ഷെ അവനെക്കുറിച്ച് ഫ്രണ്ട് അച്ഛാ ഇരുന്നാട്ട് ബ്രദറെ ഇരുന്നാട്ടെന്ന് ഇവിടെ ഇരുത്തുകയും വേറെത്തും പാവം വരുമ്പോൾ ഏയ് അടങ്ങനെ പോയി കേട്ടാ എന്ന് പറയുന്നെങ്കിൽ തെറ്റാണ്. അതിൻ്റെ അർത്ഥം മോതിരിട്ടവരും പണക്കാരും ഒക്കെ സഭയിൽ വരും. പക്ഷേ അവരോടൊരു കൽപ്പനയുണ്ട് പൗലോസിന്. എന്താണെന്നറിയാമോ? അതാണ് നമ്മളീ പറയുന്നത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 17-18 വായിച്ചേ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. അതിൻ്റെ അർത്ഥം പണം ഉണ്ടേ പണത്തിൽ ആശ വയ്ക്കരുത്. വയ്ക്കരുതെന്ന് പറയാൻ കാര്യം എന്താ? അതിനൊരു നിശ്ചയമില്ല, നാളെ ഉണ്ടാവുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. നീരവ് മോദി എന്തുമായിരുന്നു, ഇപ്പം കിടക്കുന്ന എവിടാ? പിന്നെ ലണ്ടനിലെ ജയിലിൽ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും പുള്ളി ഭാഗത്താണ്, എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. അതുകൊണ്ട് ഇന്നലെ എവിടെ ആയിരുന്നു എന്നുള്ളത് കാര്യമില്ല, ഇന്ന് ചിലപ്പോൾ എവിടെ ആയിരിക്കും എന്നുള്ള ഗ്യാരണ്ടി ഇല്ല. ഇന്ന് എന്താണെന്നുള്ളതും വലിയ കാര്യമില്ല, കാരണം നാളെ എവിടെ കിടക്കുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ നിശ്ചയമില്ലാത്ത പണത്തിൽ ആശ്രയം വയ്ക്കരുത്. പകരം അവരെന്ത് ചെയ്യണം? നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായിരിക്കണം. ഇവിടെ പണക്കാർ വല്ലവരും ഉണ്ടോ? ഒന്ന് കൈവക്കിക്കേ. ഉണ്ടെങ്കിൽ നിങ്ങളോടുള്ള പ്രത്യേക കൽപ്പന എന്താ? ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. കേട്ടോ, അവിടെ എന്താ? ഗ്രേസ് ഓഫ് ഗിവിങ്, അവിടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഗിവ് ജനറസ്ലി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അടുത്തത് ഗിവ് ഫ്രീലി. നിങ്ങൾക്ക് ആ കൊടുക്കുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചേ. അവിടെ മക്കതോന്യ സഭയെ പറ്റി പറയുമ്പം അവിടെ പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ദേ ഗേവ് എൻറ്റയർലി ഓൺ ദെയർ ഓൺ അല്ലേ. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. അവർക്കുണ്ടായൊരു താല്പര്യം, അവരിങ്ങോട്ട് ചോദിച്ചു എന്ത് ചെയ്യണം അല്ലേ. അവരൊരു നിർബന്ധം കൊണ്ട് അയ്യോ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തേ അല്ല, അവർ താല്പര്യത്തോടെ. അവരെടുത്ത തീരുമാനം, ആരും അവരെ അടിച്ചേൽപ്പിച്ച തീരുമാനമല്ല. ഇന്ന് പലപ്പോഴും പല കൊടുപ്പും അറിയാമല്ലോ, നമ്മൾ നിർബന്ധം കൊണ്ടും കൊടുക്കുന്നതാണ്, അല്ലെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്, അല്ലെ ഇപ്പോൾ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെ പേടിച്ചിട്ട് കൊടുക്കും അല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നതിന് അങ്ങനെ ഒന്നും ആരെയും വിരട്ടി ഒന്നും കൊടുപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രീലി ആയിട്ട് നമ്മളത് കൊടുക്കണം. അതിൻ്റെ 9-ാമത്തെ 2 കൊരിന്ത്യർ 9:7 എടുത്തിട്ട് പറയുന്നില്ല. അവിടെ ഒരു ചെറിയ പദം അവിടെ പൗലോസ് എടുത്ത് പറഞ്ഞു. 2 കൊരിന്ത്യൻസ് 9:7 9:7 പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നോട്ട് റിലക്റ്റൻ്റ്ലി ഓർ അണ്ടർ കമ്പൽഷൻ. കണ്ടോ, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. എത്ര കൊടുക്കണമെന്ന് ഒരു സഭയും പറയരുത്, ഒരു പാസ്റ്ററും പറയരുത്. ഒരാമയും പറഞ്ഞേ അല്ലേ. ചില സഭകളിലൊക്കെ ഈ പറഞ്ഞാൽ കൃത്യം തുക പാസ്റ്റർ അങ്ങ് തീരുമാനിക്കുക, എത്ര കൊണ്ടുവരേണ്ടത്, ബ്രദറെ ഇത്ര, സിസ്റ്ററെ ഇത്ര അല്ലേ. അങ്ങനൊന്നുമല്ല. അവനവൻ്റെ ഹൃദയത്തെ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. പക്ഷെ അതെങ്ങനെ അരുത്? സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. ഈ ചിലപ്പോൾ കൊണ്ട് കൊടുക്കുന്നത് എങ്ങനെയാ? സങ്കടത്തോടെ. ഇല്ല മോള് കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഒരു കരച്ചിലില്ലേ, ഇനി അങ്ങ് പോവില്ലേ വേറെ വീട്ടിലോട്ട്. അതുപോലെ ഈ പേഴ്സ് എടുത്തിട്ട് ആ കാശ് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഇടുമ്പോൾ അതങ്ങ് പോവില്ലേ, ഇനി വരത്തില്ലല്ലോ. അങ്ങനെ സങ്കടത്തോടൊന്നും കൊടുത്തു കളയരുത് അല്ലേ. വളരെ സന്തോഷത്തോടെ വേണം അത് കൊടുക്കാൻ.
അടുത്തത് ഗിവ് പ്രൊപ്പോർഷണേറ്റ്ലി. നമ്മൾ ചുമ്മാ പലപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട് പലർക്കും. എന്താണെന്നറിയാമോ? ഈ എത്ര കൊടുക്കണം, ഇതൊരു വലിയ ചോദ്യം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, പക്ഷേ ഒടുവിൽ പറ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ വലിച്ച് നീട്ടുകയൊന്നും വേണ്ട, ഞങ്ങൾ തരാം. അയ്യോ, ഞാൻ ഇന്ന് എന്തെങ്കിലും തരണമെന്നല്ല ഈ പറഞ്ഞത്. ഞാൻ ഈ ഒരു തത്വം വചനത്തിൽ നമ്മൾ പഠിക്കുക. ഗിവ് പ്രൊപ്പോർഷണേറ്റ്. ആ 2 Corinthians 8:3 വായിച്ചേ. ആസ് മച്ച് ആസ് ദേ വെർ ഏബിൾ എന്നവിടെ കിടന്നു, അല്ലേ? അതിൻ്റെ 12ാം വാക്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് പോൾ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാം? 2 Corinthians 8:12. ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം കഴിക്കും. ഇല്ലാത്തത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണ്ട. കർത്താവിന് കൊടുക്കാൻ വേണ്ടി എങ്ങനെ ചെന്ന് കടം മേടിക്കുക, ലോൺ എടുക്കുകയും ചെയ്യരുത് കേട്ടോ. എനിക്കറിയാം ചില സഭകളിലൊക്കെ ഇത്രയും ഞാൻ കൊടുത്തോണ്ടിരുന്നു, ഇപ്പം ജോലി പോയി, പക്ഷെ എന്നാലും ഇനി കൊടുക്കണമല്ലോ, പലിശയ്ക്ക് എടുത്ത് കൊടുക്കും. ഒരിക്കൽ ഒരാളെ പറ്റി കേട്ടതാ, പലിശയ്ക്ക് എടുത്തുകൊണ്ട് സഭയിൽ കൊടുക്കും. ഞാൻ എന്തിനാ ഇത്രയും ഞാൻ കൊടുത്തോണ്ടിരുന്നു, അപ്പോൾ അത്രയും ചർച്ചയിൽ നിന്ന് പ്രതീക്ഷിക്കും, അപ്പോൾ ഞാൻ കൊടുക്കണ്ടേ? കടം മേടിച്ചാണേലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊടുക്കണ്ട. പ്രാപ്തി ഇല്ലയോ? വേണ്ട. കർത്താവിനറിയാം, അല്ലേ? കർത്താവിനറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാപ്തി പോലെ കൊടുത്താൽ മതി. അപ്പം ആ പ്രൊപ്പോർഷണേറ്റായിട്ട് കൊടുക്കുമ്പം അവിടെ നമ്മുടെ കൊടുക്കുന്നതിൻ്റെ എണ്ണമല്ല, വലിപ്പമല്ല, നമ്മുടെ ഹൃദയമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിധവയുടെ 2 കാശ് കൊണ്ടിട്ടത് കർത്താവ് നോക്കി ആ കാശെന്നല്ല അവളുടെ ഹൃദയം, അല്ലേ? മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിട്ട് കൊണ്ട് കൊടുത്തു, സമൃദ്ധിയിൽ നിന്ന് കൊടുത്തു, പക്ഷേ ഇവളോ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുത്തു. അവളുടെ ഹൃദയത്തെയാണ് കർത്താവ് കണ്ടതെന്നുള്ള കാര്യം അവിടെ മറക്കരുത്. ഇനി ഈ കൊണ്ട് കൊടുക്കും. അടുത്തത് ഗിവ് വർഷിപ്പ്ഫുള്ളി എന്ന് പറയും. അതായത് ഒരു ആരാധനയായിട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് 2 Corinthians 8:5, അതുപോലെ റോമർ 12:1 മുതൽ 1-2 നമ്മൾ നേരത്തെ വായിച്ചു. നമ്മുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കണം, ബുദ്ധിയുള്ള ആരാധന എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് പാട്ടാണ്. ഇതാണ് നമ്മുടെ ഒരു വലിയ കുഴപ്പമാണ്. ഈ സഭയിൽ ആരോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ആരാധന എന്തുവാ? ആദ്യത്തെ 3/4 മണിക്കൂർ ഇവിടെ പാടിക്കൊണ്ടിരുന്നു, അതാണ് നമ്മുടെ ആരാധന, അല്ലേ? അവിടെ കൊണ്ട് തീർന്നു. ആരാധന കഴിയുമ്പോൾ ആമയും പറഞ്ഞ് എല്ലാവരും ഇരുന്നു, ഇനി പ്രസംഗം, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ആരാധനയാണ്. അതിൽ ഈ കൊടുക്കുന്നത് ഒരു ആരാധനയാണ്. എത്ര പേര് ആമയും പറയും? എന്താ നിങ്ങൾക്ക് എല്ലാവരും മൗനം ഇന്ന്? ഏതാണ്ട് ഒരു വലിയ ഉത്സാഹം ഇല്ലാത്ത പോലെ ഉണ്ടല്ലോ മൊത്തത്തിൽ, അല്ലേ? അപ്പോൾ ഈ വർഷിപ്പ്ഫുള്ളി എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 Corinthians 8:5 വായിച്ചേ. 2 Corinthians 8:5 അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അടുത്ത വാക്യം അവിടെ അതൊരു ആക്ട് ഓഫ് വർഷിപ്പ് എന്നാണ് അവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അത് ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തെ അർപ്പിക്കുന്നത് പോലെ തന്നെ ദേ ഗേവ് വർഷിപ്പ്ഫുള്ളി എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു പ്യുവർ ഹാർട്ടിൽ നിന്ന് ദൈവത്തെ ഓണർ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ കൊടുക്കാനുള്ള കൃപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ഗോഡ് ഹിംസെൽഫ്. അത് ഓർത്തോണം. ഈ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ, അല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് തോന്നത്തില്ല, കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതും കൂടെയാണ്, അല്ലേ? കാരണം കർത്താവിൽ നമ്മൾ ഈ ഗ്രേസ് പ്രാപിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കാനുള്ള ഗ്രേസും കർത്താവ് തന്നെ തരുമെന്നുള്ള കാര്യവും അവിടെ മറക്കരുത്. അപ്പം ഗിവ് വർഷിപ്പ്ഫുള്ളി. നമ്മൾ കൊടുക്കുന്നതും അതുകൊണ്ട് ചിലപ്പോൾ ഈ സ്തോത്രാഴ്ച എടുക്കുമ്പം അതൊരു ലാഘവത്തോടെ എടുക്കരുത്, അതൊരു ഗൗരവമായിട്ട് തന്നെ ചെയ്യണമെന്ന് പലപ്പോഴും പറയുന്നതിൻ്റെ കാര്യം അതാണ്. ആ കൊടുക്കുന്നത് എന്താണ്? ഒരു ആരാധനയാണ്. അതൊരു ആരാധനയായിട്ട് നമ്മൾ ചെയ്യണം. ഇനി അടുത്തത് ഗിവ് റെസ്പോൺസിബിളി. ഉത്തരവാദിത്വത്തോട് കൊടുക്കണം. അതിൻ്റെ വാക്യമുണ്ട് 2 Corinthians 8:19-20 വായിച്ചേ. റെസ്പോൺസിബിളി, ഒരു ഉത്തരവാദിത്വം ഇല്ല ചുമ്മാ കൊണ്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കരുത്, അല്ലേ? അവിടെ നോക്കിയേ പൗലോസ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. അത്രയുമല്ല, കർത്താവിൻ്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മശേഖരം എന്താണ്? കളക്ഷൻ ഓഫ് മണി. അതാണല്ലോ ധർമ്മശേഖരം. ഇതാരുടെ ശുശ്രൂഷയാൽ നടക്കുന്ന? അപ്പോസ്തലനായ പൗലോസ് പറയാം, ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ കാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് യാത്രക്കാരനായി. അവനെന്ന് പറയുന്നത് തീത്തോസിൻ്റെ കാര്യമാണ്. തീത്തോസ് ആരാ? തീത്തോസ് ഒരു അപ്പോസ്തലനാണ്. തീത്തോസ് ഈ പറഞ്ഞ എൽഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ്, തീത്തോസും തിമോത്തിയോസും ഒക്കെ. അങ്ങനെയുള്ള തീത്തോസിനെ യാത്രക്കാരനായി. അടുത്തത് സഭകളാൽ ഐക്യപ്പെട്ടു, അല്ലേ? അവനെ ഈ തീത്തോസിനെ സഭകൾ തിരഞ്ഞെടുത്ത് അയക്കുക. എന്തിനാ? ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവസഭയിൽ ദൈവവേലയ്ക്ക് വരുന്ന ഓരോ കാശും ഓരോ രൂപയാണെങ്കിലും അതിന് തീർച്ചയായിട്ടും വി ഷുഡ് ബി റെസ്പോൺസിബിൾ, അല്ലേ? അത് കൈനീട്ടി മേടിച്ച് അത് കൈകാര്യം ചെയ്യുന്നവരും ഉത്തരവാദിയാണ്. നല്ലവണ്ണം ഓർക്കുക.
ഈ ഭണ്ഡാരത്തിൽ ദേവാലയത്തിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തെ കോണ്ടെക്സ്റ്റ് ദേവാലയമാണ്. ഇന്ന് ദൈവവേലയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന, അതൊരു ചർച്ചിൽ വാങ്ങിക്കുന്ന പൈസയായാലും, ഒരു മിഷണറിക്ക് കൊടുക്കുന്നതായാലും, ഒരു മിഷണറി ഓർഗനൈസേഷനായാലും, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായാലും, ആർക്ക് കൊടുത്താലും അത് മേടിക്കുന്നവർ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോഴൊരു ഡിസ്ക്രിപ്ഷൻ വേണം. അവർ റെസ്പോൺസിബിൾ ആയിരിക്കുന്നവരുടെ കയ്യിലോട്ടേ കൊടുക്കാവൂ. അവിടെ പൗലോസ് പറയാ, ധൈര്യമായിട്ട് വന്നോ, കുഴപ്പമില്ല, ഞാൻ കൊണ്ട് കൊടുക്കാം, എൻ്റെ കൂടെ തീത്തോസും ഉണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളെയും കൂടെ വേണേൽ വിട്ടോ. അപ്പം നോക്കിയേ, അവിടെ ഇൻറ്റേർണൽ ഓട്ടും എക്സ്റ്റേണൽ ഓട്ടും എല്ലാം അവിടെ ഉണ്ട്. കാര്യം എന്താ, ഓൾറെഡി തീത്തോസ് ഉണ്ട്, അടുത്തത് നിങ്ങളൊരാളിനെ കൂടെ സഹോദരനെ കൂടെ വിട്, നമ്മളെല്ലാവരും കൂടെ കൊണ്ടത് കൊടുത്തേച്ച് വരാം. ഇന്നത്തെ ഇത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു തെറ്റ് തിരുത്തുക. എവിടെന്നോ ഒരു ചിന്ത നമ്മുടെ ഇടയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഈ പാസ്റ്റർമാരും ഈ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊന്നും കാശെ തൊട്ടു പോരുത്, കാശിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യരുത്. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാതെങ്കിലും വരും. നല്ലോണം ഓർത്തോണം, അങ്ങനെയല്ല എൻ്റെ അർത്ഥം, അല്ലേ? ഇതിൻ്റെ എക്സിക്യൂഷൻ, ഇത് പിരിക്കുന്നതും കൊണ്ട്, കണക്കെഴുതുന്നതും കൊണ്ട്, ബാങ്ക് ഇടുന്നതും, അത് പിന്നെ വിഡ്രോ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നതും, അതിനൊന്നും പാസ്റ്ററും കൂട്ടരൊന്നും നടക്കണ്ട. പക്ഷേ അത് ചിലപ്പോൾ അതൊന്ന് ഡയറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ പാസ്റ്റർമാരോ ലീഡേഴ്സിൻ്റെ ആവശ്യമില്ല. കാര്യം അവർക്കാണ് നേരിട്ട് ഇത് ആവശ്യങ്ങൾ അറിയാവുന്നത്. ഒരു വീട്ടിൽ ചെന്ന ഒരു ആവശ്യം കാണുമ്പോൾ അയ്യോ ഇവിടെ ഒരു ആവശ്യമുണ്ട്, കൊടുക്കണമല്ലോ എന്നുള്ള നീഡ് നിങ്ങളാണ് കാണുന്നത്, അല്ലേ? ഈ പറഞ്ഞ പാസ്റ്റേഴ്സാണ് കാണുന്നത്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു അപേക്ഷ, ഇപ്പം തന്നെ ഇവിടെ ഒരു സഹായം വേണം, ഒരാൾ സഹായം ചോദിച്ച് വരുന്നത് നേരെ നിങ്ങളുടെ അടുത്തല്ല വരുന്നത്, ഒരു പാസ്റ്ററുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു എൽഡറിൻ്റെ അടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കറിയാം എവിടെയാണ് ആവശ്യമുള്ളതെന്ന്. ഒരു മിനിസ്ട്രി തുടങ്ങി, അല്ലെങ്കിൽ ഒരു പുതിയ മിനിസ്ട്രി തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഔട്ട്റീച്ച് തുടങ്ങണം. അപ്പോൾ അവിടെയൊക്കെ ആവശ്യങ്ങൾ എന്തെന്നുള്ള ലീഡേഴ്സിനെ അറിയത്തുള്ളൂ, അല്ലേ? പാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഈ പറഞ്ഞാലും എൽഡേഴ്സിനോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മിഷണറീസിനോ അവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അവരത് ചെയ്യുമ്പം ഉത്തരവാദിത്തോടെ അവർ ചെയ്യണം. പക്ഷേ അങ്ങനെയുള്ളവരുടെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യാവൂ. അതും കൂടെ അവിടെ പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർ പറയുന്നത്? വി വോണ്ട് ടു അവോയ്ഡ് എനി ക്രിറ്റിസിസം. ഒരു അപവാദവും ഇതിൻ്റെ പേരിൽ പറയാൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയാം? ദൈവവേല ചെയ്യുന്നവർ വളരെ താണ നിലയിൽ തുടങ്ങി, പിന്നീട് അവിടെ കോടീശ്വരന്മാരായി വലിയ കൊട്ടാരങ്ങളൊക്കെ വെച്ച് അവസാനം എന്തു പറ്റി? ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇതൊക്കെ ഈ പൈസ എവിടെ നിന്ന് വന്നതാണ്? ദൈവവേലയ്ക്ക് വന്ന പൈസയല്ലേ? ഇന്ന് പലരെയും പറ്റി അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചെവിയിലും പലതും വന്ന് വീഴുന്നുണ്ട്, അല്ലേ? സത്യം പറഞ്ഞാൽ തെറ്റുപറ്റിയാ. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലുള്ള പൈസ അത് ആർക്ക് കൊടുക്കണം? ചുമ്മാ ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലാങ്ങോട്ട് കൊടുക്കണമെന്നല്ല, ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിളായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടതും. തിരിച്ച് അത് കൈനീട്ടി മേടിക്കുന്നവരും അതേ ഉത്തരവാദിത്തത്തിൽ കൂടെ വേണം. ഈ സഭയിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വരുന്ന പണം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 കാര്യങ്ങൾക്കാണ്. മിനിസ്ട്രി, കർത്താവിൻ്റെ വേലയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യവും. 2 മിഷൻസ്, ഔട്ട്റീച്ചുമായിട്ടും ഇവാഞ്ചലിസമായിട്ടും ചർച്ച് പ്ലാന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3 മേഴ്സി, അല്ലേ? കാരുണ്യ പ്രവർത്തനങ്ങൾ. അത് സഭയ്ക്കുള്ളിലുള്ളവരായാലും പുറത്തുള്ളവരായാലും, വെദർ ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഓർ എ നോൺ ക്രിസ്ത്യൻ, ആർക്ക് വേണമെങ്കിലും അത് പോകാം, ഒരു കുഴപ്പമില്ല. അതാ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലൊരു പണം, പ്രത്യേകിച്ച് നിങ്ങൾ കർത്താവിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ദൈവം തരുന്നത് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ യു ഷുഡ് ബി എ ഫെയ്ത്ത്ഫുൾ ട്രസ്റ്റി. ഈ ട്രസ്റ്റി എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വന്നതെന്നറിയാം? പലപ്പോഴും ഈ ട്രസ്റ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ട് പലർക്കും, എനിക്കറിയാം. നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഈ ട്രസ്റ്റി എന്നുള്ള വാക്കിൻ്റെ സിമ്പിൾ വേർഡ് ട്രസ്റ്റ് എന്നേ ഉള്ളൂ, അല്ലേ? ഒരാളെ ട്രസ്റ്റ് ചെയ്ത് ട്രസ്റ്റിയാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ട്രസ്റ്റിക്ക് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. അയാളൊരു സ്റ്റുവേർഡാണ്, ഒരു കാര്യസ്ഥൻ, അല്ല എന്താണ്, കാര്യവിചാരകൻ മാത്രമാണ്. അയാൾ ഓണറല്ല. ഒരു ഓണറിനെ പോലെ, ഒരു ബോസിനെ പോലെയോ ട്രസ്റ്റ് പെരുമാറാൻ പാടില്ല. കാര്യം എന്താ? കാര്യം ആരുടെയോ പണം ട്രസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു, അല്ലേ? അപ്പോൾ ആ ട്രസ്റ്റീസ് ട്രസ്റ്റ്ഫുള്ളി എന്ത് ചെയ്യണം? അത് എടുത്ത് വിനിമയം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിനു വേണ്ടി അത് അവരുടെ കയ്യിലേക്ക് വന്നോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ചിലവാക്കി അതിൻ്റെ കണക്കുകൾ എഴുതി അത് ആരെ ഏൽപ്പിച്ചോ അവർക്കും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ട്രസ്റ്റീസ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ട്രസ്റ്റീസാണ്. പക്ഷേ ട്രസ്റ്റീസ് എല്ലാം കൈപോക്കിക്കേ. കർത്താവ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നത് എല്ലാം തന്നെ കർത്താവിൻ്റെ, അല്ലേ? കർത്താവ് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ട്രസ്റ്റീസാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. കാര്യം കർത്താവ് നിങ്ങളെ വിശ്വസിച്ചില്ല നിങ്ങളുടെ കയ്യിലോട്ട് കുഞ്ഞുങ്ങളെ തന്നെ. ഇതുപോലെ തന്നിരിക്കുന്ന മുഴുവൻ കർത്താവ് നമ്മളെ വിശ്വസിച്ച് തന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇനി കൊടുക്കും അടുത്തൊരു കാര്യം, ഗിവ് റെഗുലർലി. ഇന്ന് രാവിലെ ഒരു സൗകര്യം എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഇന്ന് ദൈവം എൻ്റെ കണ്ണു തുറന്നു. രാവിലത്തെ സർവീസിൽ ഞാൻ ഇതാണ് പ്രസംഗിച്ചത്, അതുകൊണ്ടാണ്. അതായത് ഗിവ് റെഗുലർലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ അർത്ഥം? അവിടെ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ പൗലോസ് ഒരു ചെറിയൊരു ക്രമം അവിടെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ ഒന്ന് ഓടിച്ചു വായിക്കാമോ? വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളോടും ചെയ്യുവിൻ. ഇവിടെ നോക്കിയേ, പൗലോസപ്പം ഗലാത്യ സഭയെ എന്ത് ചെയ്തു? പണം എങ്ങനെ കൊടുക്കണമെന്ന് പഠിപ്പിച്ചെന്നല്ല,
ആജ്ഞാപിച്ചു. ഇന്ന് ഞാനെങ്ങാനും വന്ന് ആജ്ഞാപിച്ച് അങ്ങേറ്റിരിക്കും. പാസ്റ്റർ വന്നിട്ട് അടുത്ത ആഴ്ച എല്ലാവരും ഇത്ര രൂപ കൊണ്ടിട്ടേക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇവിടെ വരുമോ? ഇയാളാരങ്ങനെ പറയാൻ? അപ്പം അപ്പോസ്തലന് ആ അധികാരം ഉണ്ടായിരുന്നു അല്ലേ? ആ അപ്പോസ്തലന്മാർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, അതായത് ഞങ്ങളുടെ ഇല്ല, ഞങ്ങൾക്ക് ദൈവശക്തി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർക്ക് ആജ്ഞാപിക്കാനുമുള്ള അവകാശവും അധികാരവും ഉണ്ട്. ഇവിടെ നോക്കിയേ, ഗലാത്യ സഭയോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളോട് ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരോട് എന്തോ ആജ്ഞാപിക്കുന്നത്? ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടായി, അത് നിങ്ങൾ ഞാൻ വരുമ്പം പിന്നെ കിടന്ന് കളക്ഷനും ബഹളവും പിരിവും ഒന്നും വേണ്ട, അതൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കണമെന്ന്. നോക്കണേ അല്ലേ? ഞാൻ വരുമ്പോൾ എനിക്ക് അതിനൊന്നും സമയം ചെയ്യുമ്പോൾ സ്വത്രാഴ്ചകളുടെ സമയമൊന്നും കളയാൻ പറ്റത്തില്ല, എനിക്ക് അത്രയും കൂടെ സമയം പ്രസംഗിക്കാൻ വേണം, അതൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കണമെന്ന്. എങ്ങനെയുണ്ട്? വേണ്ട, ഈ സ്റ്റൈലിലാണ് പൗലോസ് പറയുന്നത്. ഇത് നേരത്തെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ഛർദ്ദിച്ച് വയ്ക്കണമെന്നല്ല, കൂട്ടി തൻ്റെ പക്കൽ വെച്ച്. മലയാളത്തിലെ ചില പദങ്ങൾക്ക് കുഴപ്പമുണ്ട്, ഇങ്ങനത്തെ എല്ലാ ഞായറാഴ്ചയും ഛർദ്ദിച്ചിട്ട് വരണമെന്ന്. അങ്ങനല്ല, കാശ് കൂട്ടി വെച്ചിട്ട് ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടി അയക്കും. കണ്ടോ? അപ്പോൾ അയക്കുന്നതാരാ? ഞാൻ. നിങ്ങൾക്ക് സമ്മതമുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോകും. ബി എ കാരിയർ, അത്രയേ ഉള്ളൂ അല്ലേ? ഒരു കാരിയർ ആവാൻ ചിലർ വേണം. അവരെ ഇവർ നിങ്ങൾ സമ്മതിച്ച് നിങ്ങൾ തീരുമാനിച്ച ഒരാളെ ഇങ്ങോട്ട് വിട്, ഞാൻ അയാളുടെ കയ്യിൽ എഴുത്തും കൊടുത്ത് ഈ പണം കൊടുത്തു വിടും. അപ്പോൾ നോക്കി, ആ പണം കൈകാര്യം ചെയ്തത് ആര് തന്നെയാണ്? പൗലോസ് തന്നെയാണ് അല്ലേ? ഇന്ന് എവിടെ നിന്ന് ഒരു പഠിപ്പീര് വന്നു, ദേവദാസം വരൊന്നും പണം തുടരുത്, പണത്തിൻ്റെ ഒരു തീരുമാനം എടുക്കരുത്. ഇങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത നമ്മുടെ ഇടയിൽ വന്ന് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആദ്യമേ അങ്ങ് പറഞ്ഞ് തിരുത്തുക, ആരും കൊണ്ട് എൻ്റെ ഈ പണം തരണ്ട. പക്ഷേ ഈ പറഞ്ഞ പോലെ പണം എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം അതെടുക്കാൻ പ്രാപ്തിയുള്ള, ജ്ഞാനമുള്ള, അഭിഷേകമുള്ള അല്ലെ വിശ്വസ്തരായവർ സഭയിൽ എപ്പോഴും ഉണ്ടാവും. അത് ഒരാൾ മാത്രം തീരുമാനം എടുക്കേണ്ട, ഒരു കൂട്ടമായിരിക്കും ആ തീരുമാനം എടുക്കേണ്ടത്. അതാണ് എൻ്റെ കാര്യം. ഓക്കെ, അപ്പം റെഗുലറായിട്ട് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ റെഗുലറായിട്ട് കൊടുക്കുമെന്ന് പറയുമ്പം നിങ്ങളുടെ ടെലിഫോൺ ബില്ല് റെഗുലറാണോ? ആണ്. നിങ്ങളുടെ ലൈറ്റ് ബില്ലോ? ആണ്. പിള്ളേരുടെ ഫീസോ? റെഗുലറാണ്. പിന്നെന്തൊക്കെയാണ് റെഗുലറായിട്ട് കൊടുക്കുന്നത്? ഇവിടെ പലചരക്കടയിലെ പറ്റ്, പാലിൻ്റെ പൈസ ഇപ്പം മിൽമയാണ്, മറ്റാണെങ്കിലും മാസാമാസം പാലുകാരൻ 1 മണി അടിച്ചുകൊണ്ട് കാശ് ചോദിക്കും. പിന്നെ പേപ്പറിൻ്റെ കാശ് റെഗുലറാണ്. EMI ഇൻസ്റ്റാൾമെൻറ്റ്സ് റെഗുലറാണ്. എനിക്ക് കൃത്യമാണ് 5-ാം തീയതി പൈസ കിടക്കണം ബാങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമാണ് അല്ലേ? ഇതെല്ലാം റെഗുലറായിട്ടാണ് കൊടുക്കുന്നത്. ഇനി കർത്താവിന് കൊടുക്കുന്നതോ? അതെ, ഞാൻ കൃത്യമായിട്ട്. അപ്പം കഴിഞ്ഞ മാസം എന്തോ പറ്റി? കഴിഞ്ഞ മാസം ചെറുക്കൻ ആശുപത്രിയിലായിരുന്നു, 5 ദിവസം കിംസി കിടന്ന് 24,000 രൂപ പോയി, ഇൻഷുറൻസും ഇല്ല. സെൻറ് തോമസ് സ്കൂളിൽ പോയിട്ട് ഫീസ് കൊടുക്കാത്തതിന് മോനെ 5 ദിവസം കിംസിലായിരുന്നു, അതുകൊണ്ട് ഫീസ് ഇപ്പം പറ്റത്തില്ല, ഈ ക്വാർട്ടറിലെ ഫീസ് ഇല്ല, അല്ലെങ്കിൽ കിട്ടുമ്പോൾ തരാം. ലൈൻമാൻ ഫ്യൂസ് വരാൻ വന്നിരിക്കുക. അതേ, ഞങ്ങൾക്കൊരു പ്രതീക്ഷിക്കാത്ത കുറച്ച് ചിലവുകളൊക്കെ വന്നു, അതുകൊണ്ട് ലൈറ്റ് ബില്ല് അടച്ചില്ല. അപ്പോൾ ലൈൻമാൻ അവിടെ, ഓ അറിഞ്ഞില്ല സാർ, പോട്ടാ. നിങ്ങളുടെ ടെലിഫോൺ BSNL കണ്ടിരിക്കുന്നത് ഇവിടെ പരുത്തിപ്പാറ എക്സ്ചേഞ്ച് ബില്ലടയ്ക്കാൻ പോകുമ്പം ഈ സൗകര്യം അവിടെ ഇരിക്കുന്നത്. പണ്ട്, ഇപ്പം വലിയ ആളാണ് അവിടുത്തെ. നിങ്ങൾ സമ്മതിക്കുമോ ബില്ലടയ്ക്കാൻ? നിങ്ങൾ ഇതുവരെ അടച്ചില്ല, ഇപ്പം എല്ലാം മറ്റേ വോയിസ് മെസ്സേജാണല്ലോ. പണ്ടാണ് വിളിച്ച് വരട്ടും, മര്യാദയ്ക്ക് ഇന്നുകൊണ്ട് അടച്ചില്ലെങ്കിൽ ഇന്ന് കട്ട് ചെയ്യുമെന്ന്. അപ്പം ഞാൻ വന്ന് പറയുക, കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു, അതുകൊണ്ട് ഫോൺ ബില്ല് കിട്ടിയിട്ട് തരാം, മാസം കൂടുമ്പം പൈസ കിട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. BSNL സമ്മതിക്കത്തില്ല എന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞു. ബാങ്കിൽ അടയ്ക്കേണ്ട ഏതെങ്കിലും ലോണിൻ്റെ അടവ് വന്ന് കഥ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. നമുക്ക് ആ കൂടി കഥ പറയാൻ പറ്റിയൊരു സ്ഥലമേ ഉള്ളൂ. ഏതാ? നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് പ്രവചനവരം ഉണ്ടെന്ന്. നമുക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ? കർത്താവിന് കൊടുക്കുന്ന കാര്യം. ബാക്കിയൊന്നിലും നമുക്ക് ഒഴിവ് പറയാനും പറ്റത്തില്ല, അത് മാറ്റിവെക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടേക്ക് ഞാൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അത് ലീഗലിസം അല്ലേ പാസ്റ്ററേ പറയുന്നത് അല്ലേ? പക്ഷേ ഒറ്റ കാര്യം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു പേയ്മെൻറ്റ്സിനും നമുക്കത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് റെഗുലർ എന്നുള്ളതിന്. അപ്പോൾ അതിൻ്റെ പകരം എന്തുവാ? ഇറഗുലർ. അതായത് എനിക്കുള്ളപ്പം, എനിക്ക് തോന്നുമ്പം, എനിക്ക് മനസ്സുള്ളപ്പം അല്ലേ, എന്നെ കൊണ്ടാവുമ്പം. അങ്ങനെ ഞാൻ തിരിച്ചു വെച്ചോട്ടെ, നമ്മൾ കർത്താവും തിരിച്ചിങ്ങനെ പറയാം, എനിക്ക് മനസ്സുള്ളപ്പം ഞാൻ ചെയ്യും,
എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അല്ല പ്രിയപ്പെട്ട. അപ്പോൾ റെഗുലർലി എന്നുള്ള ആ പദം ശ്രദ്ധിക്കണം. അടുത്തത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 2-3 വാക്യം അവിടെ ഒരു പദം മക്കെദോന്യ സഭയുടെ കാര്യം വെച്ചിട്ടുണ്ട്. ഗിവ് സാക്രിഫിഷ്യലി. ഈ ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ, ഉണ്ടായ നമ്മളോട് കൊടുക്കത്തുമില്ല. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, പണ്ട് ഈ പറഞ്ഞ പോലെ 10 തെങ്ങിൻ്റെ തേങ്ങ വെട്ടുമ്പോൾ 1 തെങ്ങിൻ്റെ തേങ്ങയെങ്കിലും എവിടെ പോയി? ദൈവവേലയ്ക്ക് പോയി. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ആ 10 എന്നുള്ള കണക്ക് നിങ്ങളെടുത്തേ, ഇന്ന് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി നമുക്ക് ദൈവം വരുമാനവും ധനവും സ്വത്തും ഒക്കെ തന്നല്ലോ. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടും 10 അങ്ങ് പോയിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്, ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ കിട്ടിയ ബോണസ് എന്തിയേ? ഇൻക്രിമെൻ്റ് ഇപ്പോൾ എത്രയായി? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഓല വീട്ടിൽ താമസമുള്ള വല്ലവരും ഉണ്ടോ? ഓല വീട്ടിൽ ഉണ്ട്. എന്താണെന്നറിയത്തില്ല, പറയാറ് നാണക്കേട് പോലെ. ശരി, ഓടിട്ട വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ മാനത്തൊന്ന് പൊട്ടി വീണയാണോ? ഓടിട്ട വീട്ടിൽ താമസിച്ചവരാരും ഇല്ലേ ഇവിടെ? ഉണ്ട്. ഓ ശരി, ശരി. സൈക്കിൾ ചവിട്ടി പോയിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. ഇന്ന് എക്സസൈസിന് വേണ്ടിയാണ് സൈക്കിൾ ചവിട്ടുന്നത്, പണ്ട് അതേ ഉള്ളായിരുന്നു. ശരി, സ്കൂട്ടർ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ചേതൊക്കെ ഓടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഇപ്പോഴും ഓടിക്കുന്നവരുണ്ട്. ആ ശരി. അത് ഓടിച്ചിട്ട് അവസാനം കാർ വാങ്ങിച്ചപ്പോൾ ആദ്യം വാങ്ങിച്ചത് മാരുതി 800 മേടിച്ച് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഓൾട്ടോ, ഇന്നത്തെ കാലത്ത് ഓൾട്ടോ. നിങ്ങൾ 10 വർഷം മുമ്പ് ഓൾട്ടോ മേടിച്ച് തുടങ്ങിയെങ്കിൽ ഇന്ന് നിങ്ങൾ ഓൾട്ടോയിലാണോ? അത് കഴിഞ്ഞ് സ്വിഫ്റ്റായി, പിന്നെ ഇങ്ങനെ മാറി മാറി വന്നു. നിങ്ങൾ അന്ന് ഓടിട്ട് വീടാണ്ട് പിന്നെ എന്ത് ചെയ്ത് അതിനെ ഇടിച്ച് കളഞ്ഞിട്ടൊരു വെച്ചു. ആ ടെറസിന് പിന്നെ എന്ത് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടൊരു നില വെച്ചു, അതിൻ്റെ സൈഡിലോട്ട് ഇറക്കി കെട്ടി, ആ പുറകെ കിടന്ന് 2 സെൻറ്റും കൂടെ ഇങ്ങനെ മേടിച്ചു, ഫ്രണ്ടിലോട്ടൊരു കാർ പോർച്ചും കൂടെ ഇറക്കി, കാരണം 2ാമത്തെ കാർ വന്നില്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞാൽ ഇല്ലെങ്കിൽ ടാക്സ് വെറുതെ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഫ്ലാറ്റും കൂടെ അങ്ങ് മേടിച്ചു, SFS ഒരു ഫ്ലാറ്റ് കൂടെ മേടിച്ചു. അപ്പോഴാണ് അടുത്ത പിന്നെയും വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, എറണാകുളത്തൊരു ഫ്ലാറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എറണാകുളത്ത് ഫ്ലാറ്റ് ഉള്ളവരൊന്നും ഇനി പറഞ്ഞ് കുറ്റവാദം കൊണ്ട് വിറ്റുകളയല്ലേ, കാരണം ഒന്നാമതിപ്പോൾ അവിടെ വിലയില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി, ശരിയല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പണ്ട് എത്ര പേരെ വീട്ടിൽ നമുക്ക് AC ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചൂടത്ത് നിങ്ങൾ പോയി ഇപ്രാവശ്യം ഒരു AC മേടിച്ചില്ലേ? ഞാൻ ചോദിച്ചേ, കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ വാഷിംഗ് മെഷീൻ മാറ്റിയില്ലേ? ഓരോ ഓണത്തിനും ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ട് നിങ്ങൾ 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് ഇപ്പോഴും ഇരിക്കുന്ന പറഞ്ഞ് കൈപോക്കിക്കേ ഉണ്ടോ? ഒരാൾ പോലും പോക്കുന്നില്ല. എൻ്റെ അർത്ഥം ഒരാൾ. അപ്പോൾ ആ ഫ്രിഡ്ജ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നത്തെ ഫ്രിഡ്ജൊക്കെ നല്ല കട്ട ഫ്രിഡ്ജായിരുന്നു കേട്ടോ, അതിരിക്കും അല്ലേ. അപ്പോൾ ഒരു 15 വർഷം പോട്ട് ഒരു 5 വർഷം പോലും നമുക്കൊരു ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇങ്ങനെ കൂടി വരിക. ഒറ്റ ചോദ്യം, എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതനുസരിച്ച് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് കൂടുന്നുണ്ടോ? അത് ഗൾഫിൽ നിന്ന് കിട്ടുന്നുണ്ടോ ആൻറ്റി ആ ഫ്രിഡ്ജ് ഇപ്പോഴും ഇരിക്കുന്നത്? അല്ല, ഒന്ന് ചോദിക്കാൻ വേണ്ടി പറയാം. ഞാനൊന്ന് ചിന്തിക്കേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി. നമുക്കിപ്പം ഫാൻ പോലും പോരാ, AC വേണം. അതിനിപ്പോൾ 2 AC 2 മുറിയിലായി. നമ്മുടെ കാറിപ്പം വലുതായി, SUV ആയി, XUV ആയി, അതായി, എല്ലാം കൂടി. ഇപ്പം മെത്ത പോലും നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടെ എത്ര മെത്ത മാറി. നിങ്ങളുടെ ഫർണിച്ചർ നല്ല അല്ലായിരുന്നു, എന്തിനാ ഇപ്പം മാറ്റിയത്? കിച്ചൺ, പണ്ടാ കൂടി ഒരു കിച്ചൺ ഉണ്ട്, ഇപ്പം കിച്ചൺ തന്നെ 2-3 ഉണ്ട്. അതൊക്കെ നല്ലത്, ദൈവം തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം. നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയും കൂടി. പക്ഷേ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ് എത്രയായി പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളായതൊക്കെ. മക്കെദോന്യക്കാർ അവർക്കൊന്നുമില്ലാത്തപ്പോഴാണ് അവരിതെല്ലാം കൊടുത്തതെന്നുള്ള ഓർത്തോണം അല്ലേ. ദേ വർ ഓവർഫ്ലോയിങ് ജോയ് ആൻഡ് എക്സ്ട്രീം പോവർട്ടി വെൽഡ് അപ്പ് ഇൻ റിച്ച് ജനറോസിറ്റി എന്നാണ്. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ തന്നെയും ത്യാഗപൂർവ്വം നമ്മൾ കൊടുക്കും. പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരും നമ്മുടെ അപ്പച്ചന്മാരും ഒക്കെ അവർക്കൊന്നും കൊടുക്കാനില്ലായിരുന്നു അല്ലേ. പക്ഷേ കൊടുക്കാനില്ലാത്തപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കൊടുത്തു. അവരന്ന് അങ്ങനെ കൊടുത്തതുകൊണ്ടാണ്, മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് അവർ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ. നേരത്തെ നമ്മൾ കേട്ട പോലെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ കർത്താവിനെ സ്നേഹിച്ച് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ ഈ അപ്പുറത്ത് ദൈവദാസനും കുടുംബവും അപ്പുറത്ത് താമസിക്കും, അല്ലെ അപ്പുറത്തൊരു ഫെയ്ത്തോ ഉണ്ട്, അല്ലെ ഇപ്പുറത്ത് അവിടെ കഞ്ഞി വെച്ചിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഒളിച്ച് അരി കൊണ്ട് കൊടുത്തവരുണ്ട്. ഒളിച്ച് 2 തേങ്ങ
ഒളിച്ചുകൊണ്ട് കൊടുത്തവരുണ്ട്. ഈ പറഞ്ഞ 2 കപ്പ വിഴുത് ഒളിച്ചുകൊണ്ട് കൊടുത്തവരുണ്ട് അല്ലേ. അന്നത്തെ ദാരിദ്ര്യം, ഇന്നത്തെ ദാരിദ്ര്യം. ഞാൻ രാവിലെ ഒരു കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരിക്കലും ഒരു 4 ദിവസമായിട്ട് ദേവദാസന്മാർക്ക് ഒന്നും കഴിക്കാനില്ല, പട്ടിണി. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഫെയ്ത്തോമി രാവിലെ പ്രാർത്ഥനയുണ്ട്, രാത്രിയുണ്ട്. മക്കളെ ഇവരെന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ആകൃഷ്ടമായിട്ട് ഇങ്ങോട്ടും ഇരുന്നതായി, പിള്ളേരെ കൂടെ നോക്കണം എല്ലാവരും. ഓക്കെ, അപ്പം ഈ ഒരു പട്ടിണി 4 ദിവസം ഒന്നുമില്ല. 4-ാം ദിവസം എഴുന്നേറ്റപ്പം തന്നെ ക്ഷീണമായി. പക്ഷേ പാസ്റ്റർ ചെറുപ്പക്കാരൻ, അയാൾക്ക് ക്ഷീണമൊന്നുമില്ല, അയാൾക്ക് ക്ഷീണമുണ്ട്. അയാൾ എന്ത് ചെയ്യും? എല്ലാവരും എഴുന്നേറ്റേ, വന്നാട്ട് പായിട്ടാട്ട് എല്ലാവരും ഇരുന്ന് എല്ലാവർക്കും എന്ത് മോഹമൊക്കെ എന്താ വല്ലാണ്ടിരിക്കും. 4 ദിവസമായി കഴിച്ചില്ല, എങ്ങനെയും കഴിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്ങനെ ഉടനെ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നേ. അപ്പോഴത്തേക്ക് 4 ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. പാസ്റ്റർക്ക്, അസിസ്റ്റൻറ്റ് പാസ്റ്റർക്ക്, മദറിന്, സിസ്റ്റർക്ക് എന്നാ വെള്ളം വെച്ചു. എന്നിട്ട് ശരി, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഈ വെള്ളം ഇപ്പം കർത്താവ് ഹോർലിക്സ് ആക്കും. കൈ വെച്ച് അങ്ങോട്ട് എന്ത് ചെയ്താൽ കർത്താവേ വെള്ളത്തെ ഇവിടെ നിന്ന് ഹോർലിക്സ് ആക്കണമേ. എല്ലാം ശരി, കർത്താവ് വെള്ളത്തെ ഹോർലിക്സ് ആക്കിയതിനായിട്ട് സ്വോത്രം ചെയ്യാം, സ്വോത്രം കുടിക്കാൻ പറഞ്ഞു. എല്ലാവരും കുടിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അച്ചായനുണ്ടാകും, ഒരു വലിയ കൊട്ടയായിട്ട് വരുന്ന സാധനങ്ങളുമായിട്ട്. എന്തുവാ, രാത്രിയായി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതുകൊണ്ട് ഫെയ്ത്തോമി കൊടുക്കണം. 10 മണിയായപ്പോഴത്തേക്ക് ഒരു ചോറും കറിയും വെച്ച് അവർ ഉണ്ട് കഴിഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ 4 ദിവസം പട്ടിണി കിടന്നപ്പം പച്ചവെള്ളത്തെ എടുത്ത് ഹോർലിക്സ് ആണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് കുടിച്ചു. അത് ഹോർലിക്സ് ഒന്നും ആയില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് പ്രാർത്ഥിച്ചങ്ങ് കുടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ കഷ്ടപ്പെടുന്ന വല്ലവരും ഇതിനകത്തുണ്ടോ ഇന്ന്? ഇങ്ങനത്തെ വേണ്ടാതിനങ്ങളൊക്കെ കാണിക്കുന്ന എൻ്റെ അപ്പനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കഥ പറഞ്ഞത്. കോട്ടയത്ത് ഫെയ്ത്തോമി ഇരുന്നപ്പോഴായി കഥ. ഇത് ഞാൻ എൻ്റെ അപ്പം പറഞ്ഞു കേട്ടില്ലേ കഥ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാനെനിക്ക് നാട്ടിലൊരു മരണത്തിന് പോയപ്പം ഒരു സീനിയർ നിങ്ങളുടെ TPM ഒരു മദർ കൽക്കട്ടയിലെങ്ങാണ്ടായിരുന്നു. അവർ ആ വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ട് ഓടി, അയ്യോ എൻ്റെ മോനെ, നിൻ്റെ അപ്പം പണ്ട് ചെയ്ത ഓർമ്മയുണ്ട്. നമ്മൾ എന്ത് പറ്റി, എന്തെങ്കിലും ചെയ്തോ? വെള്ളം പ്രാർത്ഥിച്ച് ഹോർലിക്സ് ആക്കി ഞങ്ങളെ കുടിപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അന്നാണ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടതയുടെ വലിയ കഠിന ശോധനയിലും ഔദാര്യമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹാർട്ട് കണ്ടീഷൻ. എൻ്റെ കൈ കാശ് ഉണ്ടായിട്ടല്ല, എൻ്റെ കൈ കൊടുക്കാൻ ഒന്നും കാണത്തില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ അവിടെ സാക്രിഫിഷ്യലി നമുക്ക് കൊടുക്കാൻ കഴിയും. അടുത്തത് ഈ പറഞ്ഞ പോലെ 8-ാം അധ്യായം 10-11 വാക്യം വായിച്ചാൽ, ഗിവ് ചിയർഫുള്ളി. എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള കാര്യം അവിടെ മറക്കരുത്, അല്ലേ? ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ, എ ചിയർഫുൾ ഗിവർ. സന്തോഷത്തോടെ വേണം കൊടുക്കാൻ. ഞാൻ എൻ്റെ വാക്കുകൾ ഞാനങ്ങ് നിർത്തുക. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം, ഇന്നിപ്പോൾ നിങ്ങളൊരു തീരുമാനമൊക്കെ ഉള്ളിൽ എടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് തൊട്ട് ഞാനങ്ങ് കൊടുത്ത് കളയും. നിങ്ങൾ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, കൊടുത്ത് കളയും. അപ്പോൾ അടുത്ത ചോദ്യം, ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? തുറന്ന് ഞാൻ പറയാം. എല്ലാവരും കൂടി ഇവിടെ സഭയെ കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും, ആയിക്കോട്ടെ, അതിന് കാരണം കാണും. പക്ഷേ ഗിവ് ഇറ്റ് ടു ദ മിഷണറീസ്, ടു ദ മിഷണറി വർക്ക്, ദ വേൾഡ് വൈഡ് ചർച്ച്. കർത്താവിൻ്റെ വേല, ദ ചർച്ച് യൂണിവേഴ്സൽ എവിടെയുണ്ടോ കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഗിവ് ടു ദ വൺസ് ഇൻ നീഡ്. അത് ഈവൻ ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസ്. ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ പിന്നെ മറികടന്ന് പോകരുത്. എൻ്റെ കർത്താവ് മറികടന്ന് പോയില്ല, അല്ലേ? ബൈബിളിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അടുത്തിരിക്കുന്ന സഹോദരി എന്നും നിങ്ങൾ അടുത്തടുത്തിരിക്കുന്നു, സിസ്റ്റർക്ക് ഈ സാരി മാത്രമേ ഉള്ളൂ, ഞാൻ കാണുമ്പോഴൊക്കെ ഈ സാരിയാണല്ലോ. നിങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാ. എന്നും ഒരേ സാരി, ഒന്നും ഒരേ ചുരിദാറോ എന്നും ഇട്ടുകൊണ്ട് വരുന്നത്. എൻ്റെ അർത്ഥം ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ല ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഈ തുണി വെച്ചിരിക്കുന്നതല്ല, ഇല്ല. നിങ്ങൾക്കാണെങ്കിലോ പണ്ടത്തെ കാലത്ത് എന്തുടുക്കുമെന്നായിരുന്നു പ്രശ്നം. ഇന്നിപ്പം കബോർഡ് തുറന്നാൽ ഏതുടുക്കുമെന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? പണ്ട് എന്ത് തിന്നുമെന്നുള്ളതായിരുന്നു നമ്മുടെ വലിയ പ്രശ്നം. ഇന്നിപ്പോൾ ഏത് തിന്നും. യൂബർ ഈറ്റ്സ് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇപ്പം വലിയ പ്രശ്നമായി. ആപ്പിനകത്ത് കിടക്കുകയാണ്. ഈ ഒരു ആപ്പ് വലിയ പ്രശ്നമാണിപ്പം. തീറ്റയ്ക്കും ആപ്പ്, എല്ലാത്തിനും ആപ്പാണ്. ഇപ്പം എന്ത് തിന്നും, എന്ത് കുടിക്കും, ഈ പറഞ്ഞ പോലെ അങ്ങനെ ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാൻ കാത്തിരിക്കണ്ട. നിങ്ങളുടെ മോള് അവരുടെ മോള് ഒരേ നഴ്സിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. നിങ്ങളുടെ മോൾക്ക് ഇപ്പം ഫീസ് അടച്ചു, ആ മോൾക്ക് മിക്കവാറും ഫീസ് കൊടുത്തിരിക്കാൻ വഴിയില്ല. നിങ്ങൾ ചോദിക്കുകയൊന്നും വേണ്ട, അവരിങ്ങോട്ടൊന്നും ചോദിക്കാൻ കാത്തിരിക്കണ്ട. അടുത്ത പ്രാവശ്യം ഫീസ് അടയ്ക്കും അവരുടെയും കൂടെ അങ്ങ് അടച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ, അല്ലേ? ടു ദ വൺസ് ഹു ആർ ഇൻ നീഡ്.
വെദർ ദേ ആർ ക്രിസ്ത്യൻസ് ഓർ ഈവൻ നോൺ ക്രിസ്ത്യൻസ്, ഗോ ഹെഡ് ആൻഡ് ഡൂ ദാറ്റ്. അതങ്ങ് ചെയ്യുക. അടുത്തത് മൂന്നാമത് ആർക്കാ കൊടുക്കണേന്ന് അറിയാം? ഇത് പറയാനാണ് ഞങ്ങൾക്കൊരു ചമ്മൽ, പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ധൈര്യം എടുത്ത് ഞാനങ്ങ് പറയാൻ പോവാ. അത് ഞാനല്ല പറയുന്നത്, അപ്പോസ്തലൻ തന്നെ പറയുന്നത്. 1 കൊരിന്ത്യർ 9 അധ്യായം 11 മുതൽ 14 വരെ എന്ന് വായിച്ചേ. 1 Corinthians chapter 9 11 to 14. ഒന്നിട്ടേ മോനെ. ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? ഇത് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വാക്യവും ഈ പറഞ്ഞ പോലെ വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ മുദ്ര കുത്തും. ഇയാൾ ഇത്രയും നാൾ ഈ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇയാളൊരു നല്ല മനുഷ്യനെന്നാണ് ഞങ്ങളെല്ലാം വിചാരിച്ചത്. പക്ഷേ ഏത് ആനാലും അവസാനം വീഴുമെന്ന് നമുക്കറിയാം. എന്താണ്? ആത്മീയമായതാണ് നിങ്ങൾക്ക് വിതയ്ക്കുന്നത്. അതെന്താ? സോ സ്പിരിച്വലി വി സോ സംതിങ് ഇൻ ടു യുവർ ലൈഫ്സ്. ഓക്കെ, വെൻ വി സ്പിരിച്വലി സോ കാൺ വി റീപ്പ് സംതിങ്? പക്ഷേ അത് സ്പിരിച്വലി അല്ല അവിടെ പറയാം. അടുത്ത വാക്യം, മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര അധികാരം? അല്ലേ? നിങ്ങൾക്ക് ശമ്പളം തരുന്ന നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ ടീം ലീഡർ, നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ സ്ഥാപനം എന്തുമാത്രം സ്വാതന്ത്ര്യം നിങ്ങളിൽ നിന്ന് എടുക്കുന്നു? കാര്യം എന്താ? നിങ്ങൾക്ക് ശമ്പളം തരുന്ന അവിടെ അല്ലേ? അവരും സോ ചെയ്യുന്നുണ്ട് സംതിങ് അല്ലേ? അവർ നിങ്ങളെ അതുപോലെ മുതലെടുക്കുന്നെങ്കിൽ, നിങ്ങളിൽ നിന്ന് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നെങ്കിൽ അവിടെ നോക്കിയേ, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ ആത്മീയമായിട്ട് വിതയ്ക്കുന്നവൻ ഒരിക്കലും അധികാരം വെച്ച് തിരിച്ചു കൊണ്ടുത്താ എന്നൊന്നും പറയത്തില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നോക്കണേ, പൗലോസ് എന്ത് മനോഹരമായിട്ട് അത് പറഞ്ഞു പിടിപ്പിക്കുന്നത് അല്ലേ? ഞങ്ങൾ ഈ ആത്മീയമായിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുമ്പം ഞങ്ങളും ഈ പറഞ്ഞ പോലെ തിരിച്ച് മനുഷ്യരില്ലേ? എൻ്റെ വേറൊരു വാക്കി പറഞ്ഞാൽ, ഞങ്ങൾക്കും വയറില്ലേ? ഞങ്ങൾക്കും മക്കളില്ലേ? ഞങ്ങളുടെ മക്കൾക്കും ഫീസ് കൊടുക്കണ്ടേ? ഞങ്ങൾക്കും തുണിയൊക്കെ ഉടുക്കണ്ടേ? ഞങ്ങൾക്കും കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണ്ടേ? ഇതാണ് പറയുന്ന അർത്ഥം. അതാ പ്രശ്നം. ഇത് പറയുമ്പോൾ ദയവ് കല്ലെറിയല്ലേ. ദൈവം സഹായിച്ച് എനിക്കൊക്കെ ഉടുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു സ്വന്തം പൈസ കൊടുത്ത് ഉടുപ്പ് വാങ്ങിച്ചിട്ട് വർഷങ്ങളായി അല്ലേ? അതിൻ്റെ അർത്ഥം കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട്. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം പറയുക, തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത വാക്യം, ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് സാധാരണ പലർക്കും പ്രസംഗിക്കാൻ പേടിയാണ്. ചിലർ ഇതേ പ്രസംഗിക്കത്തുള്ളൂ, അത് വേറൊരു വശം. ഇവിടെ അതങ്ങോട്ട് പ്രസംഗിച്ചിട്ടില്ല ഇതുവരെ. അതിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. ചിലർ പറയാനുണ്ട്, നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? ഇതുപോലെ വേറൊരു തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. പൗലോസ് കൂടാരപ്പണി ചെയ്ത് കൈ കൊണ്ട് അധ്വാനിച്ചില്ല, അയാൾ സൂസൈഡ് വില ചെയ്ത്. എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ? പൗലോസ് എന്നും കൂടാരപ്പണി ചെയ്തെന്ന് ബൈബിളില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക കാലത്ത് നിന്നപ്പം പ്രത്യേകിച്ച് പകലൊന്നും ചെയ്യാനില്ല, എല്ലാവരും മണിക്ക് പോയിരിക്കുക. അവരൊന്ന് മണിക്കാ പോയ കൂടാരപ്പണി, ഇങ്ങനെയൊക്കെ കൂടാരപ്പണി അറിയാം, കൂടെ ചേർന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ അവിടുത്തെ കാര്യം. എന്നും കൂടാരപ്പണി ചെയ്തെന്നല്ല എഴുതിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, അവർക്ക് വേറെ പണിക്ക് പോകാൻ ഇനി ഒന്നാമത് അവർക്ക് നേരമില്ല, അതാ കാര്യം. അവർ വിളിച്ച വിളിയിൽ അവർ നിൽക്കുന്നു. പക്ഷേ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടുന്ന ചുമതലയും ഈ പറഞ്ഞ തീർച്ചയായിട്ടും ദൈവമക്കൾക്കുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പൈസ എന്തെങ്കിലും ഇപ്പം വരാത്തതുകൊണ്ടോ എനിക്കെന്തെങ്കിലും കിട്ടാത്തതുകൊണ്ടോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും കുറവുണ്ടായിട്ടോ അല്ല ഇപ്പം പറയുന്നത്. പക്ഷേ ഇതൊരു ആവശ്യമുണ്ട്. ഞാനത് പറയാൻ കാര്യം 14 വരെ വായിച്ചോ. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ നീ അതുകൊണ്ട് ജീവിച്ചോണം. പക്ഷെ നീ അതൊരു ബിസിനസ് ആക്കരുത്, അത്രയേ ഉള്ളൂ. ഇന്ന് ഈ സുവിശേഷ ബിസിനസ് പണ്ടൊരിക്കൽ മാരാമണ്ണ കുഴഞ്ചേരിയിൽ അങ്ങോട്ട് ഒരു ബാങ്ക് മാനേജർ പറഞ്ഞ കമൻറ്റാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആ ഏരിയയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് ഈ ഗോസ്പലാണ് കേട്ടോ, ഈ ഗോസ്പൽ ബിസിനസ്സാണ് എന്ന് പറഞ്ഞു. കാരണം അവിടെ വലിയ തുണിക്കടയൊക്കെ തിരുവല്ല തുടങ്ങിയവരൊക്കെ പൂട്ടിപ്പോയി, പക്ഷേ ഇത് പൂട്ടിയിട്ടില്ല. ശരിയാ, ഗോസ്പൽ പൂട്ടത്തില്ല, പക്ഷേ ആ ബിസിനസ് ചിലപ്പോൾ നീ ആക്കിയാൽ ചിലപ്പം പൂട്ടിപ്പോയെന്നിരിക്കും, അത് വേറെ കാര്യം അല്ലേ. ഇത് ബിസിനസ് ആക്കരുത്, പക്ഷേ സുവിശേഷം നിമിത്തം ജീവിച്ചോണമെന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ആരും കല്ലെറിയരുത്, സത്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക്, ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം വായിച്ച വാക്യം മറന്നോ? നിൻ്റെ നിക്ഷേപം, നിൻ്റെ ഹൃദയം നിൻ്റെ നിക്ഷേപം ഇരിക്കുന്നിടത്തിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഗിവിങ് ഈസ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ഇത് എത്ര തരണം, എത്ര കൊടുക്കണമെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ആർക്കും
പക്ഷേ ഇന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, ദൈവത്തോട് ഉത്തരം പറഞ്ഞുകൊള്ളുക. കർത്താവേ, കഴിഞ്ഞ ഈ ഒരു വർഷം, ഈ ഫൈനാൻഷ്യൽ ഇയർ, യു ആർ ഫെയ്ത്ത്ഫുൾ ടു മീ. ഈ ഒരു വർഷം ഞാനങ്ങ് പട്ടിണി കിടന്ന് ചത്തു, 20 കിലോ ആയി മരിച്ചുപോയി. അതുപോലെ അങ്ങനെ പട്ടിണി കിടന്ന് ചാവാൻ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത്യാവശ്യമൊക്കെ കണ്ടിട്ടില്ല, നല്ല നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് ഇടാനൊന്നുമില്ല, ആവശ്യത്തിലും അധികം നല്ല തുണിയാണ് നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഞങ്ങൾ ആ ഫുട്പാത്തിൽ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? കിടക്കാൻ സ്ഥലമില്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നു എന്ന് പറഞ്ഞാലുണ്ടോ? ഇല്ല. കയറി കിടക്കാനൊരു വീട് നമുക്ക് കൂരയ്ക്കും തലയ്ക്ക് മുകളിലുണ്ടായിരുന്നു. ഇതൊക്കെ തരാൻ ദൈവം വിശ്വസ്തനായിരുന്നെങ്കിൽ, ഗോഡ് വാസ് ഫെയ്ത്ത്ഫുൾ. ഈ കഴിഞ്ഞ 360 ദിവസം ഫൈനാൻഷ്യൽ ഇയർ ഗോഡ് വാസ് ഫെയ്ത്ത്ഫുൾ. പക്ഷേ ഒരു ചോദ്യം, അവൻ വാക്കുമാറുന്നവനല്ല, ഹി വാസ് ഫെയ്ത്ത്ഫുൾ. ബട്ട് were we faithful to him? നമ്മൾ വിശ്വസ്തരായിരുന്നോ കർത്താവിനോട്? കർത്താവിന് കൊടുക്കുക എന്നാൽ കർത്താവിന് മുകളിലോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺമുമ്പിൽ വരുന്ന പാവപ്പെട്ടവർ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, കർത്താവിൻ്റെ വേല അല്ലേ, ദൈവരാജ്യത്തിൻ്റെ വർധന, ഇതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളാലാവും നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇല്ല എങ്കിൽ നമ്മുടെ മേലിലൊരു തെറ്റ് തന്നെയാണ്. ഒരു തീരുമാനം നമുക്കിന്ന് എടുക്കാമോ? ഇപ്പം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പോവാം. ഇത് ടാക്ടിക്സ് ഒന്നുമല്ല, ഇത് ടെക്നിക്സ് ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ കൊണ്ടുവന്ന് സ്വതരാശി ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 1-ാം തീയതി നമുക്കൊക്കെ ബിൽസ് വരുന്നല്ലോ, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങളുടെ വീട്ടിൽ അറിയാലോ 1-ാം തീയതി എന്തൊക്കെ ആവശ്യം വരും നിങ്ങൾക്ക് അറിയാം. ഫീസ് കൊടുക്കണം, പാലിന് കൊടുക്കണം, പേപ്പറിന് കൊടുക്കണം, പലതിന് കടയിൽ കൊടുക്കണം അല്ലേ, EMI കൊടുക്കണം, വാടക കൊടുക്കണം. ഇതൊക്കെ 1-ാം തീയതി നിങ്ങൾക്ക് 1-ാം തീയതി 5-ാം തീയതിക്കകത്ത് എല്ലാം കൊടുത്തിരിക്കണം. ഒരു ചർച്ചിലും അങ്ങനെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ചർച്ചിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി വിഡോസ് ഉണ്ട്, അറിയാമല്ലോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. പാവപ്പെട്ട ചില സഭയിലെ കുറേ വിധവമാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സഹായം ഇടയ്ക്ക് നിർത്തി. അത് പിന്നെ നമ്മളിവിടെ വീണ്ടും തുടർന്നു. അത് 1500 രൂപ വെച്ച് എത്രയോ സൗകര്യമാർക്ക് കൊടുക്കുന്നു. നമ്മുടെ ഔട്ട്റീച്ച്, നമ്മുടെ താമരശ്ശേരി അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുന്ന് ഇന്നിപ്പം ഒരു സൗകര്യനോടെ പോയിരിക്കുക തിരൂർക്ക് അല്ലേ. അപ്പം അതിനുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് വാടക കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കഴക്കൂട്ടത്ത് അതിൻ്റെ വാടക കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് ചില മിഷൻസിന് നമ്മൾ ചില സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ TV പ്രോഗ്രാമിൻ്റെ കാര്യം, ഇങ്ങനെ പല പേയ്മെൻറ്റ്സ് ഇവിടെ നിന്ന് കൊടുക്കുന്നു. പോരാഞ്ഞിട്ട് ഈ ഹാളിൻ്റെ വാടക, നല്ലൊരു വാടക നമ്മൾ കൊടുക്കുന്ന കാര്യം മറക്കല്ല. 2 ഹാൾ ഓഫീസ്, പോരാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഫുഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം 1-ാം തീയതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആദ്യ ആഴ്ച കൊടുക്കത്തക്ക രീതിയിൽ ഒരു 3 മുതൽ 4 ലക്ഷം രൂപ നമുക്കൂടെ ചിലവ് ഫിക്സഡായിട്ട് എല്ലാ മാസവും വരുന്നുണ്ട്. പിന്നെ ഈ ഫുൾ ടൈം വർക്കേഴ്സ് എന്ന് പറയാൻ തൽക്കാലം ഇപ്പോൾ ഒത്തിരി പേര് ഇവിടെ ഇല്ല. ഞാനും ഉണ്ട്, ഈ പാവ അനിയനിയുണ്ട്, ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങളുടെ ആണ് സുവിശേഷ നിമിത്തം ഇപ്പം ജീവിക്കുന്നത് ഞങ്ങളുടെ ആണ്. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞാൽ അത്രയ്ക്കത്ര ചിലവൊക്കെ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിക്സഡ് അസറ്റ്സ് എല്ലാം അത്യാവശ്യമായി, അതുകൊണ്ട് ഇനി അതിനൊന്നും ആരും ഒരു പൈസയും തരണ്ട. പക്ഷേ ഇനിയുള്ളത് നമുക്ക് ഒരുപാട് കർത്താവിൻ്റെ വില പുതുതായിട്ട് ചെയ്യണം. ഒരുപാട് നീഡ്സ്. മേഴ്സി മിനിസ്ട്രി ചോദിച്ചാൽ, തോമസ് ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം, അപ്ലിക്കേഷൻസ് പലതും വന്നത് പെൻഡിങ്ങിലിരിക്കുക. ഇനി അത് ഓരോന്നിനും പൈസ കണ്ടെത്തി വേണം അതിന് കൊടുത്തു തുടങ്ങാൻ ഈ പുതിയ മാസം തൊട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവർ. പറയാതെ നിങ്ങൾ അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ അസ്യൂം ചെയ്യും ഇവിടെ ആവശ്യത്തിന് പണവും, ചിലപ്പോൾ ആവശ്യത്തിന് അധികം പണം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ ഒരു പണം പോലും അധികം വയ്ക്കാറില്ല. വരുന്നത് അതാത് ആഴ്ച ചിലവാക്കി അങ്ങ് തീർക്കുകയാണ്, കണക്കെഴുതി അങ്ങ് തീർക്കുകയാണ്. ഒന്നും ഒക്കെ വയ്ക്കാറില്ല. കാരണം ആരും ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ട് വയ്ക്കാറുമില്ല, ബാങ്കിലും കൊണ്ട് ഇടാറില്ല, ഇവിടെയും വെച്ച് കൂട്ടാറില്ല. കാര്യം തീർത്തങ്ങ് വിടുക. കാരണം അങ്ങനെ പോട്ടെ, അന്നേക്കുള്ളത് മതി, അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോയിരിക്കുന്നത്. അവിടെ ദയവായി നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, help me to be a faithful steward in everything that you have given or even entrusted to me. എന്നെ നീ ഏൽപ്പിച്ച സകല കാര്യങ്ങൾക്കും, പണം മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച എൻ്റെ മക്കൾ, ഇനി നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയം, അതിനും നമ്മൾ നല്ല സ്റ്റുവേർഡ്സ് ആയിരിക്കണം അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിശക്തി, കഴിവുകൾ, ഇൻഫ്ലുവൻസുകൾ, ഇതിനെല്ലാം നമ്മൾ സ്റ്റുവേർഡ് ആയിരിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെ എത്ര പേര് തീരുമാനം എടുക്കും, ലോർഡ് ഐ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്. ഞാൻ വിശ്വസ്തനായ ഒരു കാര്യവിചാരകനായി എന്നെ ഏൽപ്പിക്കുന്ന സകലത്തിനും ഞാൻ ആ നാളിൽ വന്ന് കണക്ക് പറയാൻ എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കും കർത്താവേ എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാമോ? എല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവ് ഇന്ന് കേട്ടതുപോലെ എൻ്റെ ഹൃദയം ഒരിക്കലും ഈ ഭൂമിയിലുള്ള നശിച്ചു പോകുന്ന ഒന്നിലും ഇരിക്കണ്ട. പകരം കർത്താവേ, നിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് എടുക്കാമോ ഒരു തീരുമാനം എല്ലാവരും എടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രകാഴ്ചയും അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താൻ പോവാം. സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പണം നമ്മുടെ കയ്യിലെടുത്താട്ട്. അതെത്ര ചെറുതോ വലുതോ എന്നുള്ളതല്ല വിഷയം. ആ പണം കയ്യിൽ നിന്ന് എല്ലാവരും എടുത്താട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ആ പണം കയ്യിലെടുത്തെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കർത്താവിന് കൊടുക്കാൻ പോവുക. കർത്താവിന് നമ്മൾ പൈസ കൊടുക്കാത്തൊന്നും കർത്താവിൻ്റെ വേല എങ്ങും മുടങ്ങത്തില്ല പ്രിയപ്പെട്ടു. കർത്താവിൻ്റെ വേല, സുവിശേഷ വേല ലോകത്തെന്നും ശക്തമായി നടക്കുക തന്നെ ചെയ്യും. അവന് പണമല്ല അവിടെ പ്രധാനം, ആൾക്കാരെ അവിടെ വേണ്ടിയത്.
വേലക്കാരാ ചുരുക്കം, അല്ലാതെ പണമല്ല ചുരുക്കം, വേലക്കാരാ ചുരുക്കം. അപ്പോൾ ഇന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേലക്കാരാ വേണ്ടിയത്. കൊയ്ത്ത് വളരെയുണ്ട്, ശരിയാ. അത് പണമില്ലാത്തതുകൊണ്ടല്ല സുശേഷം നടക്കാത്തത്, ആൾക്കാരില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയിൽ നിന്നും ഒരു ചെറിയ ഭാഗം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം നോക്കിയാൽ അറിയാം, അത് ദശാംശമോ അതിൻ്റെ പോലും ദശാംശം പോലും അല്ല. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതും നമുക്ക് ഈ സ്തോത്രത്തോട് കർത്താവിനെ അറിയിച്ചാൽ അല്ലേ, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും അവൻ പൂർണ്ണമായിട്ടും തീർത്തു തരും. അങ്ങനെ തീർത്തു തരുന്ന ഒരു വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പണം, നമ്മുടെ കയ്യിലെടുത്ത് പണം എടുത്തെങ്കിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ ഒരു ചെറിയ പണത്തിൻ്റെ ഒരു അംശം, ഞങ്ങൾക്ക് തന്ന നന്മയിൽ നിന്നൊരു ചെറിയ ഓഹരി ഇതാ ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പാ. ഇതൊരു ചെറിയ തുകയാണ്, പക്ഷേ ഇത് തരുമ്പോൾ ഇത് അങ്ങയുടെ രാജ്യത്തിൻ്റെ വർധനയ്ക്കായി, കർത്താവെ സാധുക്കളുടെ സഹായത്തിനായി, കർത്താവെ അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഇത് ചിലവായി പോകാനായി ഞങ്ങളിതാ കൊടുക്കുന്നപ്പാ. കർത്താവെ, ഈ നീട്ടിയ കാര്യങ്ങളെല്ലാം അങ്ങ് കാണുന്നല്ലോ. അവർക്ക് ബുദ്ധിമുട്ടുള്ള അവരുടേതായിട്ടുണ്ടപ്പാ, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അവർക്ക് കടമുണ്ട്, ഒരുപക്ഷെ അവരിൽ തന്നെ കർത്താവെ പല ആവശ്യങ്ങളുള്ളവരുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുന്ന് കർത്താവെയും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുത്തെ ധനത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവിടുന്ന് പൂർണ്ണമായി തീർത്തു കൊടുക്കുന്നുള്ള വാഗ്ദാന പ്രകാരം അവിടുന്ന് അങ്ങനെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ കർത്താവെ, ഹൃദയത്തിൽ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ തരുന്നു. ഈ പുതിയ വർഷം കർത്താവെ അധികം നിൻ്റെ വേലയ്ക്കായി ഞങ്ങൾ കൊടുക്കുവാനവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ സമയം സ്തോത്രാഴ്ച എടുക്കാം. ആ സമയത്ത് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ഓർക്കണം, വി ആർ പ്രേയിങ് ഫോർ എ റിവൈവൽ അല്ലേ. പക്ഷേ റിവൈവലിന് മുമ്പായിട്ട് എപ്പോഴും വി നീഡ് എ റിന്യൂവൽ, വി നീഡ് എ റിക്കൺസിലിയേഷൻ, വി നീഡ് എ റിസ്റ്റോറേഷൻ. ഇതെല്ലാം വേണ്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ നീ കർത്താവെ ശക്തമായി ഒരു കവിഞ്ഞൊഴുക്ക് നീ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കും. പക്ഷേ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കെന്ന് പറഞ്ഞാൽ കുറേ ആടിപ്പാടി കൈയടിക്കുന്നതിലല്ല കവിഞ്ഞൊഴുക്ക്. ആ കവിഞ്ഞൊഴുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചില മാറ്റങ്ങൾ വരുമ്പോഴാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നല്ല ഒരു ഓണർമെൻ്റ് ഒരു പുതിയ പാട്ടുണ്ടല്ലോ, അതിൻ്റെ ഒന്നിട്ട് വരികൾ നമുക്കൊന്ന് ചേർന്നൊന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഒരുങ്ങിക്കാട്ടെ. കർത്താവേ, എന്നെ നീ കർത്താവേ പുതിയ വർഷത്തിൽ, ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഒരു അനുഗ്രഹമായിട്ട് കർത്താവ് എന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണമല്ല ഇന്നിവിടെ ഇല്ലാതിരിക്കുന്നത്, ജനങ്ങളാണ് ഇല്ലാത്തത്. സുവിശേഷ വേലക്കാരില്ല അല്ലേ, സുവിശേഷ വേലക്കാരില്ല. രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ കൊടി പിടിക്കാനും ചുവരെഴുതാനും വോട്ട് പിടിക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ. യൂണിവേഴ്സിറ്റി കോളേജിൽ ചെന്ന് മുഴുവൻ പിള്ളേരും രാഷ്ട്രീയക്കാരുടെ പുറയിലുണ്ട്. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് മാത്രം ആൾ കുറയുന്നു പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമുക്ക് വിശ്വാസത്താൽ നമുക്കൊരു പാട്ടിൻ്റെ ഒരു ചരണം, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നമുക്ക് അസ്ഥിയുടെ താഴ്വരയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിലൊരു സൈന്യത്തെ നമുക്ക് വിശ്വാസത്താൽ കണ്ട് ഒരു അധികാരത്തോടെ നമുക്കിന്ന് പ്രവചിക്കണം. ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് അധികാരത്തോടെ പ്രവചിക്കാൻ പോവാം. എന്തോ പ്രവചിക്കാൻ പോകുന്നത്? കർത്താവെ, ഞാൻ കണ്ണൂരത് കാണുമ്പോൾ അസ്ഥികളുടെ താഴ്വരയാണ്, പക്ഷേ ഞാൻ പ്രവചിക്കുക. എന്താ പ്രവചിക്കുക? മനുഷ്യപുത്ര പ്രവചിക്കുക. എന്താ പ്രവചിക്കേണ്ടത്? ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു സൈന്യമായി, അസ്ഥികളുടെ താഴ്വര ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മൾ വിശ്വാസത്തോട്, സ്തോത്രാഴ്ച ഇട്ടവർക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്കത് വിശ്വാസത്തോടു കൂടി നമുക്ക് അതൊന്ന് പ്രവചിക്കാം. കർത്താവെ, ഞങ്ങൾ വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്നപ്പാ, ഞങ്ങളതിനെ പാടി സ്തുതിച്ചു. ഞങ്ങളുടെ കർത്താവെ നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു, നല്ല പ്രബോധനം കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. ഒടുവിലായി കർത്താവെ, ദ ഗ്രേസ് ഓഫ് ഗിവിങ്, കർത്താവെ കൊടുക്കുന്നതും അതൊരു ആരാധനയാണപ്പാ. പലപ്പോഴും കർത്താവെ അത് ഞങ്ങൾ അറിയാതിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളത് പറയാതിരുന്നു. അതിൻ്റെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ കർത്താവെ ഞങ്ങൾക്കുണ്ടായിട്ടല്ല, ഒരുപക്ഷെ ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും ആ ദാരിദ്ര്യത്തിലും കർത്താവെ ഔദാര്യമായി കൊടുക്കുന്ന ആ ഒരു ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആർക്കും കടക്കാരനല്ലായിരുന്നല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കടക്കാരാവരുത് കർത്താവെ. ഞങ്ങൾക്ക് കൊടുക്കുവാനായി ഞങ്ങളുടെ കാര്യങ്ങളെ ഇനിയും നീ ബലപ്പെടുത്തിക്കൊള്ളണമേ. കഴിഞ്ഞ വർഷങ്ങളെ പോലെ അല്ല, കഴിഞ്ഞൊരു വർഷക്കാലം നീ ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഈ ഓരോ കുടുംബങ്ങളെയും നീ സഹായിച്ച എല്ലാ അങ്ങയുടെ വഴികൾക്കായിട്ട് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ സ്തോത്രത്തോടുകൂടി അങ്ങേ അറിയിക്കുക. അത്രയേ ഞങ്ങൾ ചെയ്യുന്നതപ്പാ. അവിടുന്ന് കർത്താവ് ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവിടുന്ന് തീർത്തു തരുവാനോട് വിശ്വസ്തനായിരിക്കാല സ്തോത്രം. എൻ്റെ മക്കൾ കടന്നു പോകുന്ന കർത്താവെ, സാന്നിധ്യം കൂടി ഇരുന്നാട്ട് ഈ ഒരാഴ്ച കർത്താവെ ഞങ്ങൾ നീ തരുന്നുവെങ്കിൽ അങ്ങയുടെ മഹത്വമുള്ള സാക്ഷികളായ അവിടങ്ങളിലായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായും കേട്ടിരിക്കാല സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നാം ഇവരോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം നമ്മെ നാൾതോറും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമൃദ്ധിയായി ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരും സഹോദരന്മാരും തമ്മിൽ